Hi, hello everyone. Welcome to Alpha Academy. അപ്പോൾ 2024 NEET എക്സാംസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് അറിയാൻ കാര്യം അത്രയും സിമ്പിളായിരുന്നു. നിങ്ങളുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സ്കോർ ചെയ്തിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ബയോളജിയെക്കുറിച്ച് പറയാനാണെങ്കിൽ സിമ്പിളായിരുന്നു. 360 ഔട്ട് ഓഫ് 360 വാങ്ങിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സിമ്പിൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ നമുക്ക് 1 by 1 ആൻസേഴ്സും കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെസിത്തിൻ ഇസ് എ സ്മോൾ മോളിക്കുലാർ വെയ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ ലിവിങ് ടിഷ്യൂ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂളിനകത്ത് ലിപ്പിഡ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പഠിക്കുമ്പം സിമ്പിൾ ലിപ്പിഡ് കോമ്പൗണ്ട് ലിപ്പിഡിനകത്ത് നമ്മൾ ഫോസ്ഫോ ലിപ്പിഡിന് എക്സാമ്പിളായിട്ട് ആരെ പറയുന്നുണ്ട്? ലെസിത്തിനെ പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ ലെസിത്തിൻ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോസ്ഫോ ലിപ്പിഡ് ആണ്. സോ 101 question 101 answer A, phospholipid is the answer. Next question, second question, how many molecules of ATP and NADH are required for every molecule of carbon dioxide fixed in Calvin's cycle? So every molecule of carbon dioxide എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1 molecule of carbon dioxide when combines with RUBP when combines with carbon dioxide it gives 3-phosphor. So 5 carbon compound ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും കൂടി കമ്പൈൻ ചെയ്യുമ്പം 2 into 3 carbon compounds ആണ് ഫോം ചെയ്യുന്നത്. And when the formation of this 3 carbon compound 1 ATP 1 NADPH are formed. So in that case 1 ATP 1 NADPH. For 1 molecule 1 ATP and 1 NADPH. So for 2 here 2 ATPയും 2 NADPHും അവിടെ ഫോം ചെയ്യും. ആൻഡ് ഹിയർ ട്രയോസ് ഫോസ്ഫേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ട്രയോസ് ഫോസ്ഫേറ്റ്. Again in this step there also 1 ATP is formed. So here 2 ATP and here 1 ATP. So total 3 ATP and in this case 1 NADPH. So how many molecule of ATP and NADPH are formed? So correct answer is 3 molecule of ATP and 2 molecules of NADPH are formed. So next question, Hind 2 always cut DNA molecules at a particular point called recognition sequence and it consists of, it is a direct question ആണ്. നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് പറയുമ്പം അവിടെ മെൻഷൻ ചെയ്യുന്ന ഒരു റെക്കഗ്നീഷൻ സീക്വൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ ഇൻ കേസ് ഓഫ് ഹൈൻ 2ൻ്റെ കേസിലുള്ള റെക്കഗ്നീഷൻ സീക്വൻസിൽ എത്ര ബേസ് പെയർ ആണ്? 6 ബേസ് പെയർ ആണ് വരുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റിൽ ഡയറക്റ്റ് സെൻറ്റൻസ് ആണ്. 6 ബേസ് പെയർ ആണ്. സോ ദ ആൻസർ ഇസ് 6 ബേസ് പെയർ. Next question, in the given figure which component has thin outer walls and highly thickened inner walls? Thin outer walls and highly thickened inner walls. So ഇവിടെ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഡൈക്കോട്ടിൻ്റെ ക്ലോറോപ്ലാസ്റ്റ് സ്റ്റൊമാറ്റയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് ഈ ഡി ഓപ്ഷൻ ഇറ്റ് റിസംബിൾസ് ദി സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആണ്. ഡി ഇറ്റ്സ് എ ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമാറ്റ ആൻഡ് സി ഇറ്റ് ഈസ് ദി ഗോഡ് സെൽസ് ആണ്. സോ നമുക്കറിയാം ഈ ഗോഡ് സെൽസിൻ്റെ ഇന്നർ ആൻഡ് ഔട്ടർ ലെയറിൻ്റെ തിക്നെസ്സിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുതന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഹാസ് ആൻ thin outer wall. God cells in the outer wall is thin and inner wall is thick. എന്നാൽ മാത്രമേ വാട്ടർ വന്ന് ഫില്ല് ചെയ്യുമ്പം അതിനനുസരിച്ച് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിനെ ഗാർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. സോ ഇവിടെ ഗാഡ് സെൽസിൻ്റെ കേസിലാണ് ഏത് വന്നിരിക്കുന്നത്? വാൾസിൽ ഔട്ടർ വാൾ ആൻഡ് ഇന്നർ വാളിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത്. സോ സി ആണ് അവിടെ വരേണ്ടത്. സി എന്ന് പറയുമ്പം ഓപ്ഷനിൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സി ഈസ് ദി ഗാഡ് സെൽ. സോ ഇതിൻ്റെ ആൻസർ 104 ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
the cofactor of enzyme carboxypeptidase ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതും ബയോമോളിക്യൂൾ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കോഫാക്ടർ ആൻഡ് അപ്പോ എൻസൈം റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കോഫാക്ടർ. അതിനകത്ത് കോഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ നോൺ പ്രോട്ടീൻ പാർട്ടാണ്. അപ്പോൾ അവിടെ 3 എണ്ണമാണ് നമ്മൾ കോഫാക്ടറായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആകാം, മെറ്റൽ അയോൺസുകളാകാം അല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞപ്പം കോഫാക്ടർ ഓഫ് ദി എൻസൈം കാർബോക്സി പെപ്റ്റിഡേസിൻ്റെ കോഫാക്ടറായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിങ്ക് ആക്ട് ആസ് ദി കോഫാക്ടർ ഓഫ് ദി എൻസൈം carboxypeptidase. So biomolecule chapter la question answer first option aanu. Next question, the capacity to generate a whole plant from any cell of the plant is called. ഇത് നമ്മുടെ ബയോടെക്നോളജിയിൽ പുതിയ സിലബസ് വന്നപ്പോഴത്തേക്ക് ഓൾറെഡി സ്ട്രാറ്റജീസിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്ക്. ഇറ്റ് ഈസ് ഇവിടെ ഇപ്പം ബയോടെക്നോളജിയിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. ദിസ് റിലേറ്റഡ് ടു ദ ടിഷ്യൂ കൾച്ചർ, ടോട്ടിപൊട്ടൻസി, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബയോടെക്നോളജി ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ദ കപ്പാസിറ്റി ടു ജനറേറ്റ് ഹോൾ പ്ലാന്റ് ഫ്രം എനി സെൽ ഓഫ് ദി പ്ലാന്റ് ഈസ് കോൾഡ് ടോട്ടിപൊട്ടൻസി. ആൻഡ് ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൈക്രോ പ്രൊപ്പഗേഷൻ, ഡിഫറൻസിയേഷൻ, somatic hybridization, and again differentiationil ninnum oru question vannitundu. So ee 106 question the answer totipotency, the capacity to generate a whole plant from any cell of the plant is called totipotency. Next question, this question is from biological classification. Biological classification എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫംഗസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എക്സാമ്പിൾസിനെ മെൻഷൻ ചെയ്ത് ക്വസ്റ്റ്യൻ ഉറപ്പാണെന്ന്. അങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിട്ടുള്ളത്. ബട്ട് ഇറ്റ് ഇസ് സിമ്പിൾ, ഓപ്ഷൻസ് പോലും കൺഫ്യൂസിങ് അല്ലാത്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. റൈസോപ്പസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബ്രെഡ് മൗൾഡ് ആണ്. റൈസോപ്പസ്. Eustrilago, it is known as the smut fungus. Pusinia, it is known as the rust fungus, and Agaricus, it is known as the mushroom fungus. So A3 വരുന്നത് 2 ഓപ്ഷൻ ആണ്. A3 വരുന്നത് again B2 വരുന്നതും 2 ഓപ്ഷൻ വരുന്നു. ആൻഡ് ഡിഫറൻസ് വരുന്നത് CD യിലാണ്. CD നോക്കിയേ, Pusinia it is rust fungus, C4 and D. Agaricus it is mushroom fungus. So D1, the correct option is first option ആണ്. 107 correct answer first option ആണ്. So next question number 108, that is statement question ആണ്. Simple statement, that is Bt toxin. This question is from biotechnology, application of biotechnology. Bt toxin are insect group specific and it is coded by a gene. Here gene, it is CRY1AC. സോ നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, BT ടോക്സിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ക്രൈജീൻ. ആൻഡ് ക്രൈജീൻ തന്നെ CRY1AB, CRY2AB, CRY1AC different are there. ആൻഡ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് BT toxin are coded by the gene CRY1AC. So the statement, first statement correct ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുന്നത് BT ടോക്സിൻ എക്സിസ്റ്റ് ആസ് ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ. കറക്റ്റാണ്. ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ ആയതുകൊണ്ടാണ് അത് മറ്റുള്ള ഇൻസെക്ട്സിനെ എഫക്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ മറ്റുള്ളതിന് എന്താകാത്തത്, എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ അത് ഇനാക്റ്റീവ് ആണ്. എപ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത്? After inactive protoxin get converted into active. എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്? ഡ്യൂ ടു ആൽക്കലൈൻ pH ആണ്. സോ ഇവിടെ അസിഡിക് pH എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 is correct and statement 2 is incorrect. So the answer is statement 1 is true but statement 2 is false. Okay, next question. Which of the following is an example of actinomorphic flower? It is a direct question from morphology chapter. In a direct question ആണ്. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ സിമെട്രി കാണിക്കുന്നതാണ് ആക്ടിനോമോർഫിക്. അപ്പോൾ റേഡിയൽ സിമെട്രിക്ക് നമ്മുടെ ടെക്സ്റ്റിൽ 3 എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഡാറ്റുറ, ചൈന റോസ്, മസ്റ്റാർഡ്, ആൻഡ് ദ ഡാറ്റുറ ഈസ് ഇൻ ദി ഓപ്ഷൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ, ദി ആൻസർ ഈസ് ഡാറ്റുറ. സോ ആക്ടിനോമോർഫിക് ഡാറ്റുറ. Next question.
the type of conservation in which threatened species are taken out. അപ്പം നമ്മൾ ഇത് നമുക്ക് സിംപ്ലി ഓപ്ഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ആൻസർ ആണ്. അതായത് ത്രെറ്റൻഡ് സ്പീഷീസ് ആർ ടേക്കൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടേക്കൺ ഔട്ട് വരുമ്പം ഒരിക്കലും ഇൻ സിറ്റു അവിടെ വരത്തില്ല. കാര്യം ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഓൺ സൈറ്റ് ആണ്. എവിടെയാണോ അവരുള്ളത് അവിടെ തന്നെ വെച്ചിട്ട് കൺസർവ് ചെയ്യുന്നതിനെയാണ് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ എന്ത് പറയുന്നുണ്ട്? ദേ ആർ ടേക്കൺ ഔട്ട് ഫ്രം ദിയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നുണ്ട്. ദേ ആർ ടേക്കൺ ഔട്ട് ഫ്രം ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് ആൻഡ് വേർ ദേ ക്യാൻ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗിവൺ സ്പെഷ്യൽ കെയർ. സോ ടേക്കൺ ഔട്ട് എന്ന് പറയുമ്പം ഇൻ സിറ്റു വരത്തില്ല. സെമി കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന ഇറ്റ് ഈസ് റിലേറ്റഡ് ടു DNA റെപ്ലിക്കേഷൻ്റെ ആണ് സെമി കൺസർവേറ്റീവ് ഡെവലപ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഓപ്ഷനിൽ നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ്റെ രണ്ടെണ്ണമാണ് ഇൻസിറ്റുവും എക്സിറ്റുവും. അപ്പോൾ ഇവിടെ എക്സിറ്റു എന്നൊരു ഓപ്ഷൻ ഇവിടെ പറയാത്തത് കൊണ്ട് ആൻസർ ഏതായിരിക്കാം? ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഈസ് ദി കറക്റ്റ് ആൻസർ. Taken out ആയതുകൊണ്ട്. Okay, so the type of conservation, that is the biodiversity conservation. Next question, identify the set of correct statements ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ +2ൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഏജൻസ് ഓഫ് പോളിനേഷൻ, വാട്ടർ ആൻഡ് വിൻഡ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഫ്ലവർ ഓഫ് വാലിസ്നേറിയ ആർ കളർഫുൾ ആൻഡ് പ്രൊഡ്യൂസ് നെക്ടർ. നമുക്കറിയാം ഈ ഫ്ലവേഴ്സ് പോളിനേറ്റ് ചെയ്യുന്നത് ത്രൂ വാട്ടറിലൂടെയാണ്. വാട്ടർ, വിൻഡ്, പോളിനേറ്റേഴ്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന് ദേ ആർ കളർലെസ് ആയിരിക്കും, അതേപോലെ നെക്ടർലെസ് ആയിരിക്കും എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കളർഫുൾ ആയിരിക്കും ആൻഡ് പ്രൊഡ്യൂസ് നെക്ടർ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ബിക്കോസ് ദേ ആർ വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദ ഫ്ലവേഴ്സ് ഓഫ് വാട്ടർ ലില്ലി ആർ നോട്ട് പോളിനേറ്റഡ്. കറക്റ്റ് ആണ്, ആർ നോട്ട് പോളിനേറ്റഡ് ബൈ വാട്ടർ. അവർ പോളിനേറ്റ് ചെയ്യുന്നത് മെയിൻലി ബൈ ഇൻസെക്ട് അല്ലെങ്കിൽ ഓർ വിൻഡ് ആണ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആണ്. In most of the water pollinated species, pollen grains are protected from wetting by a mucilaginous covering. Statement correct ആണ്. വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ് സ്പീഷീസിനെ വെറ്റിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർക്കൊരു കവറിങ് പ്രസന്റ് ആണ്. Then pollen grains of some hydrophytes. Hydrophytes means water pollinated plants are known as hydrophytes, are long and ribbon like. Statement correct ആണ്. And in some hydrophytes the pollen grains are carried passively inside the water. Inside the water. Epihydrophily, hypohydrophily. The pollen grains are carried inside the water. That statement is also correct. So in option A is incorrect. So correct statements ആണ് ചോദിച്ചിട്ടുള്ളത് B, C, D and E. Correct ആണ്. So answer is the fourth option is the right answer. Okay. Next question. So this question is from molecular basis. ഇത് ലാക്കോപ്രോൺ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 3 ജീനാണ് ലാക്കോപ്രോണിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇസഡ് ജീൻ, Y ജീൻ ആൻഡ് A ജീൻ ആൻഡ് 3 ജീൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാക്ടോസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ദാറ്റ് ഈസ് ബൈ പെർമിയബിലിറ്റി ആണ്. സോ ലാക്ടോസ് is transported with the help of the enzyme by the action of enzyme permease, and it is coded by Y gene on, and this permease is coded by Y gene. Okay, so the correct answer is B. Next question, match list 1 with list 2. This question is from microbes, that is microbes in human welfare എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു match the following question ആണ്. ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Clostridium it is associated with butyric acid. Clostridium botulism it is associated with butyric acid. And Saccharomyces cerevisiae it is an yeast which helps in alcohol fermentation, help in yeast ആണ്. Then that helps in the production of ethanol. So option A3 വരുന്നത് രണ്ട് ഓപ്ഷൻ ആണ്. And B
1 ആണ്. And next Trichoderma polysporum. Trichoderma polysporum, it is related to cyclosporin A. Cyclosporin A. And Streptococcus species, it is related to streptokinase. So C4D2, the correct answer is 3 ആണ്. So next question, the equation of either organism and population എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിൻ്റെ ഇക്വേഷനും അല്ല ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടേമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഏതാണ് ആ ടേം? കെ ഇൻഡിക്കേറ്റ്സ്. കെ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയാറുള്ളതാണ് കെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്യാരിയിങ് കപ്പാസിറ്റി. സോ സിമ്പിൾ ആൻസർ ആയിരുന്നു. സോ ഓപ്ഷൻ 3 ഈസ് the right answer. Next question. Oxen is used by gardeners to prepare weed free lawns. നമ്മൾ ഓക്സിൻ പഠിക്കുമ്പോൾ they are used as weedicides ആയിട്ട് പറയാറുണ്ട്. സോ അവിടെ ഡൈക്കോട്ടിനെയാണ് അവർ മെയിൻലി എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഡു നോട്ട് കോസ് എനി ഹാം ടു മോണോകോട്ട്. സോ നോ ഡാമേജ് ഈസ് കോസ് ടു ഗ്രാസ്. ഗ്രാസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മോണോകോട്ട് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഡസ് നോട്ട്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് ഓക്സിൻ does not affect mature monocotyledonous പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിസൈഡ്സ് ആയിട്ട് അതിനെ അവിടെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the part of the seed from the given figure which is distended. Next question, identify the part of the seed from the given figure. This figure is from the chapter morphology. Morphology chapter ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് മോണോകോട്ട് സീഡ്സിൻ്റെ കേസിൽ നമുക്ക് പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുണ്ട്. ആൻഡ് ഇവിടെ എ ബി ഇസ് പ്ലിമ്യൂൾ ആണ്. ബി പ്ലിമ്യൂൾ. എ ഇറ്റ് ഈസ് ദ കവറിങ് ഓഫ് പ്ലിമ്യൂൾ, ഇറ്റ് ഈസ് നോൺ ആസ് കോളിയോപ്റ്റൈൽ. ആൻഡ് സി ഇസ് റാഡിക്കിൾ ആണ്. ആൻഡ് it is the covering of radicle, it is known as coleorhiza. And the question, the region where root to form root when the seed germinate. Seed germinate ചെയ്യുമ്പോൾ root form ചെയ്യുന്ന നമുക്കറിയാം റാഡിക്കിളിൽ നിന്നാണ്. റാഡിക്കിൾ give rise to root. RR വെച്ച് നമ്മൾ പഠിക്കാറുണ്ട്. സോ സി ആണ് അവിടെ ആൻസർ വരുന്നത്. സി ആൻസർ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. സോ 116 ആൻസർ 3. ഓപ്ഷൻ 3 ആൻസർ, ദാറ്റ് ഈസ് ദ സി പാർട്ടാണ് റൂട്ട് ജെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് parenchyma is living but collenchyma is dead tissue. And this question is from morphology, anatomy of the flowering plants. അനാട്ടമിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ parenchyma living, this part is correct, parenchyma is living, but collenchyma is dead tissues എന്നാണ് പറഞ്ഞിട്ടുള്ളത്. collenchyma dead അല്ല, it is collenchyma is known as living mechanical tissue എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇവിടെ ഡെഡ് വന്നതുകൊണ്ട് this part is wrong, so this statement is incorrect ആണ്. And statement 2, gymnosperm lacks xylem vessel but the presence of xylem vessel is the characteristics of angiosperm. this statement is correct ആണ്. സൈലം എലമെൻസിൽ ട്രക്കീഡ്സ് വെസൽസിൽ പറയുമ്പോൾ വെസൽസ് എന്ന് പറയുന്നത് ആൻജിയോസ്പേമിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാറുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 is incorrect, or statement 1 is false and statement 2 is true. So the correct option is fourth option is the correct option. Next question. These are regarded as the major cause of biodiversity loss. Again a question from biodiversity. Biodiversity എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ബയോഡൈവേഴ്സിറ്റി ലോസ് നമ്മൾ ഈവിൽ കോർട്ടറേറ്റ് എന്ന് പറയുന്ന 4 റീസൺസ് ആണ് ബയോഡൈവേഴ്സിറ്റി ലോസിന് പറയുന്നത് മേജർ കോസസ് ആയിട്ട്. ആൻഡ് അതിനകത്ത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റൻഷൻ ആൻഡ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഇങ്ങനെ 4 കോസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയെന്നാണ്. ഇവിടെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ഇല്ല, ബാക്കി എല്ലാം ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഇസ് ദെയർ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഇസ് ദെയർ, കോ എക്സ്റ്റൻഷൻ ഇസ് ദെയർ. സോ ഓപ്ഷൻ ആൻസർ A, B, D.
and A, B, D വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്. ആൻഡ് ദ ഫോർത്ത് റീസൺ ഈസ് ദി ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണ്. ആൻഡ് അത് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഫോർത്ത് വൺ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is not a criterion for the classification of fungi? And biological classification നമ്മൾ ഓൾറെഡി ഫംഗസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എക്സാമ്പിൾ വെച്ചിട്ടുള്ളത്. എഗെയിൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഫംഗസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആസ്കോമൈസിസ്, ബെസിഡ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത ക്രൈറ്റീരിയൻസിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മോർഫോളജി ഈസ് ദെയർ, mode of spore formation is there, fruiting border is there, and nutrition, it is not based on mode of nutrition. So as not a criterion aanu parnittulladu. So this is the right answer, mode of nutrition. Next question, ഇത് morphology of flowering plants relate ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് ഫ്ലവർ ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം വിത്ത് റെസ്പെക്ട് ടു, ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് കാലിക്സ്, കൊറോള ആൻഡ് ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഓവറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവറിയുടെ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സുപ്പീരിയർ ഓവറി ഇറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പോഗൈനസ്, ഇൻഫീരിയർ ഓവറി ഇറ്റ് ഈസ് നോൺ ആസ് എപ്പിഗൈനസ്, ആൻഡ് ഹാഫ് ഇൻഫീരിയർ ഓവറി ഇറ്റ് ഈസ് നോൺ ആസ് പെരിഗൈനസ്. അപ്പോൾ ഈ രണ്ട് ഫിഗറും നമ്മൾ പെരിഗൈനസ് ഫ്ലവറിനെയാണ്, ഹാഫ് ഇൻഫീരിയർ ഓവറി ആണ് കാണിച്ചിരിക്കുന്നത് ഈ രണ്ട് കേസിലും. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഈസ് ഓൾസോ പെരിഗൈനസ്, ബി ഈസ് ഓൾസോ പെരിഗൈനസ്. സോ ദ ഓപ്ഷൻ ഈസ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, list of endangered species was released by, direct question. It is also from biodiversity and it is by IUCN, International Union for Conservation of Nature, and it is the answer. So IUCN is the correct answer. Next question, what is the fate of a piece of DNA? What is the fate of a piece of DNA carrying only gene of interest which is transferred into an alien organism? When a piece of DNA is transferred into an organism, what it happen? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? When a piece of DNA is inserted, a piece of DNA would be able to multiply itself independently in the progeny cell, and that statement is incorrect. And that piece of DNA may get integrated into the genome of the recipient. Correct ആണ്. And it may multiply and be inherited along with the host. അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസിലും വെക്ടറായിട്ട് റിട്രോ വൈറസിനെയും ടി ഐ പ്ലാസ്മിഡ്സിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതിൻ്റെ ഒരു റീസണും അതുകൊണ്ട് തന്നെയാണ്. ഇറ്റ് മേ മൾട്ടിപ്ലൈ ആൻഡ് ബി ഇൻഹെറിറ്റഡ് അലോങ് വിത്ത് ദി ഹോസ്റ്റ് DNA. കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പം ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കുക, രണ്ടെണ്ണം വരുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി രണ്ട് ഓപ്ഷൻസ് കിട്ടി, ബി ആൻഡ് സി, ആൻഡ് ഇറ്റ് ഷോസ് ദി എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്. The alien piece of DNA is not an integral part of. അപ്പോൾ അത് ഒരിക്കലും ആ രണ്ട് ഓപ്ഷൻസ് വരത്തില്ല. സോ ഏറ്റവും ആപ്റ്റായിട്ട് വന്ന രണ്ട് ഓപ്ഷൻസ് ബിയും സിയും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ബി ആൻഡ് സി only is there. സോ എ ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞു, ബി അപ്പോൾ സോ അത് വെച്ചിട്ട് ഓപ്ഷൻസ് നോക്കുമ്പം ഏറ്റവും ആപ്റ്റായിട്ട് ഓപ്ഷൻസ് വരുന്നത് ബി ആൻഡ് സി only. തേർഡ് ഓപ്ഷൻ is the right answer. Next question, which one of the following can be explained on the basis of Mendelian laws of dominance? Mendelian laws of dominance, ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മെൻഡേലിയൻ എല്ലാം ഫാക്ടേഴ്സ് പെയർ ഈ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഔട്ട് ഓഫ് വൺ പെയർ ഓഫ് ഫാക്ടർ, വൺ ഇസ് ഡോമിനൻ്റ് ആൻഡ് അതർ ഇസ് റെസസീവ്. കറക്റ്റ് ആണ്. വൺ ഈസ് ഡോമിനൻറ്റ്, വൺ ഈസ് റെസസീവ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ആൻഡ് അല്ലീൽസ് ഡു നോട്ട് ഷോ എനി എക്സ്പ്രഷൻ. Alleles do not show any expression and both the characters appears as such, and this statement is incorrect. So first statement correct ആണ്. Then factors.
Mendelian laws factors ആണ്, factors always occurs in pair ആണെന്ന് already നമ്മൾ പഠിക്കുന്ന case ആണ്. And the discrete unit controlling a particular character നെയാണ് നമ്മൾ factor എന്ന് പഠിക്കുന്നത്. And that factors occurs in pair, correct ആണ്. And the expression of only one of the parental characters found in F1, found in a monohybrid cross in the F1 generation. അതാണ് ഉദ്ദേശിക്കുന്നത്. So and that also correct. നമുക്ക് നോക്കാം ഓപ്ഷനിൽ ഇയും കൂടി ചേർന്ന് വരുന്നു എന്ന് നോക്കാം. A is correct. A is correct ആയിട്ടുള്ളത് 3 ഓപ്ഷൻസിൽ A correct ആണ്. B incorrect ആണ്. B incorrect ആണ്. So ഈ ഓപ്ഷൻ വരില്ല, ഈ ഓപ്ഷൻ വരില്ല. So A വരുന്ന ഒരു ഓപ്ഷൻ 2 ആണ്. ബാക്കി നോക്കാം. C is there, D is there and E is also there. So the right option second option ആണ്. And ഇവിടെ monohybrid in the F1 generation. Anyway ആ statement correct ആണ്. Okay. So answer വരുന്നത് A, C, D and E. Option second one. Next question. Inhibition of succinic dehydrogenase. ഇതും ഏത് ചാപ്റ്ററാണ്? ബയോമോളിക്യൂളിൽ നിന്നുള്ള ചാപ്റ്ററാണ്. ഇവിടെ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈംസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള സബ്സ്ട്രേറ്റിൻ്റെ കേസ്, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് വരുമ്പം അവിടെ എന്താണ് ഇൻഹിബിറ്റേഴ്സിൻ്റെ കേസ് പറയുന്നുണ്ട്. സോ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിനെ ആര് ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? സക്സിനേറ്റ് succinate dehydrogenase inhibited by the enzyme malonate. So it is an example for competitive inhibition. Direct question on succinate dehydrogenase malonate. Direct question from biomolecule chapter. Next question. The formation of interfascicular cambium from fully developed parenchymal cells. And ഈ ഒരു ടോപ്പിക്ക് അനാറ്റമി along with that ഡിഫറൻസിയേഷൻ ഡീഡിഫറൻസിയേഷൻ ടോപ്പിക് കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഇൻ്റർഫാസിക്കുലാർ കാമ്പിയം, ഫോർമേഷൻ ഓഫ് ഇൻ്റർഫാസിക്കുലാർ കാമ്പിയം ഫ്രം ഫുള്ളി ഡെവലപ്ഡ് പാരൻകൈമൽ സെൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി നമുക്കറിയാം മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് പാരൻകൈമൽ സെൽസ് ഫോം ചെയ്യുന്നത്. So this parenchymal cells is a differentiated cells ആണ്. Permanent simple permanent tissues വരുന്നതാണ് parenchyma എന്ന് പറയുന്നത്. And again this interfascicular cambium is formed from parenchymal cell. So again this parenchyma undergo which process? De-differentiation. De-differentiate ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? Interfascicular cambium ആയിട്ട് മാറുന്നത്. So question, formation of interfascicular cambium is from എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? പാരൻകൈമൽ സെൽ. ആൻഡ് വി നോ ദാറ്റ് പാരൻകൈമൽ സെൽസ് ഓൾറെഡി ഡിഫറൻഷിയേറ്റഡ് ആണ്. So again they undergo de-differentiation. So the correct answer is de-differentiation of parenchyma cell. Next question. Spindle fiber attaches to the kinetochore of chromosome during this chapter cell cycle spindle fibers inde attachment aanu. നമുക്കറിയാം സ്പിൻഡിൽ ഫൈബേഴ്സ് ദേ ആർ അറ്റാച്ചസ് ടു ദി എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? കൈനറ്റോകോറിലോട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ദിസ് ഈസ് ദ സെൻട്രോമിയർ ഹിയർ കൈനറ്റോകോർ ഇസ് ദെയർ. സോ ഫ്രം സെൻട്രിയോൾസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യും. സോ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്തിട്ട് ആൻഡ് ദിസ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ചസ് ടു ദി കൈനറ്റോകോർ ഡ്യൂറിങ് വിച്ച് ഫേസിലാണ് ഏത് ഫേസിലാണ് നമ്മൾ അലൈൻ ചെയ്യുന്നത്? സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രമേ ആഫ്റ്റർ ദാറ്റ് ഈ ഡിവിഷൻ കഴിഞ്ഞിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് രണ്ട് പോളിലോട്ട് മാറാൻ പറ്റത്തുള്ളൂ. സോ അതിന് മുമ്പായിട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് ദി സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്മെൻറ്റ് നടക്കുന്നത് മെറ്റാഫേസ് സ്റ്റേജസിലാണ്. എന്നാൽ മാത്രമേ മെറ്റാഫേസ് സ്റ്റേജിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? മെറ്റാഫേസ് പ്ലേറ്റിൽ വന്ന് അലൈൻ ചെയ്യുന്നത്. മെറ്റാഫേസ് പ്ലേറ്റിൽ വന്ന് അലൈൻ ചെയ്യുന്നു. ആൻഡ് ഇതിനകത്തോട്ടെല്ലാം എന്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? സ്പിൻഡിൽ ഫൈബറിൻ്റെ അറ്റാച്ച്മെൻറ്റ് നടക്കുന്നത്. ആൻഡ് ദിസ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദി മെറ്റാഫേസ് സ്റ്റേജ്. ഓക്കെ, സോ ദിസ് ആൻസർ ഈസ് മെറ്റാഫേസ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The tropical region show
ഗ്രേറ്റസ്റ്റ് ലെവൽ ഓഫ് സ്പീഷ്യസ് റിച്ച്നെസ്. ഇതും ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ആ ബയോഡൈവേഴ്സിറ്റി ചാപ്റ്ററിലെ ഈ ഒരു പാരഗ്രാഫ് ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഉൾപ്പെടെയാണ്. കാര്യം നമുക്കറിയാം ഫ്രം ഇക്വേറ്റർ ടു പോളിലോട്ട് പോകുമ്പോൾ സ്പീഷ്യസ് റിച്ച്നെസ് കുറയും. അത് എന്തുകൊണ്ട് എന്നുള്ള, അപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് സ്പീഷ്യസ് റിച്ച്ഡ് ആണ്, എന്തുകൊണ്ടാണ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന റീസൺസ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് tropical latitude have remained relatively undisturbed ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് സ്പീഷ്യസിൻ്റെ ഡൈവേഴ്സിറ്റി കൂടാം. അവൈലബിൾ ഫോർ സ്പീഷ്യസ് ഡൈവേഴ്സിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ റീസൺ കറക്റ്റ് റീസൺ ആണ്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ് ആർ മോർ സീസണൽ എന്നാണ്. മോർ അല്ല, ലെസ് സീസണൽ ആണ് അവിടെ ആകേണ്ടത്, എന്നാൽ മാത്രമേ സ്പീഷ്യസ് റിച്ച്നെസ് കൂടൂ. സോ ഇത് ഒരു തെറ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് മോർ സോളാർ എനർജി ഈസ് അവൈലബിൾ ഇൻ ട്രോപ്പിക്സ്, കറക്റ്റ് ആണ്. കോൺസ്റ്റന്റ് എൻവയോൺമെൻറ്റ് ഇത് ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അൺഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്, കോൺസ്റ്റന്റ് എൻവയോൺമെൻറ്റ് ആണ്. ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ്സ് ആർ കോൺസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ ആണ്. അൺപ്രെഡിക്റ്റബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഷ്യസ് റിച്ച്നെസ് അവിടെ കൂടില്ല. സോ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. എ ഇസ് കറക്റ്റ്. എ കറക്റ്റ് ആകുന്നത് 4 ഓപ്ഷനിലും എ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 3 ഓപ്ഷനിലും ബി കറക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ 3 ഓപ്ഷനും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ കറക്റ്റായിട്ട് വരുന്നത് എ, ബി, എ, സി, ഡി ആൻഡ് ഇ. സോ ആൻസർ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദി റൈറ്റ് ഓപ്ഷൻ. ഓക്കെ. സോ ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത് തന്നെ ഓപ്ഷനിൽ നിന്ന് ഒട്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷനല്ല. നമുക്ക് ഡയറക്റ്റ് 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് എല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സിമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം സെൽ സൈക്കിൾ. The chromosome become gradually visible under light microscope during leptotin stage. ആൻഡ് ഇത് മിയോസിസിനെ റിലേറ്റ് ചെയ്ത്, മിയോസിസ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറയുന്നതാണ്, മിയോസിസ് ഫസ്റ്റിൻ്റെ പ്രോഫേസ് ഫസ്റ്റ് സ്റ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫേസ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. അതിനകത്ത് തന്നെ 5 സബ് സ്റ്റേജസ് പറയുന്നുണ്ട്. അതിൻ്റെ ഓരോ ഈവൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നിന്ന് ചോദിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രം ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ക്രോമസോം ബിക്കം ഗ്രാജുവലി വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഡ്യൂറിങ് ലെപ്റ്റോട്ടീൻ സ്റ്റേജ്. കറക്റ്റാണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ആൻഡ് ദി ബിഗിനിങ് ഓഫ് ഡിപ്ലോട്ടീൻ സ്റ്റേജ്. അപ്പം ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയക്കൈനസിസ് ഇങ്ങനെ വരുമ്പം സ്റ്റേജസ് വരുമ്പം ആൻഡ് ഡിപ്ലോട്ടീൻ ആൻഡ് ഡയക്കൈനസിസ് ആണ്. അപ്പം ഡിപ്ലോട്ടീൻ സ്റ്റേജിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ആസ് റെക്കഗ്നൈസ്ഡ് ബൈ ഡിസ്സൊല്യൂഷൻ ഓഫ് ദി കോംപ്ലക്സ് ആണ്. അപ്പം അതും കറക്റ്റാണ്. സോ ആൻസർ ഏതാണ് വരുന്നത്? ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next it is a match the following question from the chapter Cell the Unit of Life. Direct question ആണ്. Cell the Unit of Lifeൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിരിക്കുകയാണ്. അവിടെ ന്യൂക്ലിയോലസ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന എന്താണ് പാർട്ടാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സൈറ്റ് ഫോർ ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. ആൻഡ് നെക്സ്റ്റ് സെൻട്രിയോൾ. ഇറ്റ് ഈസ് നമ്മൾ സെൻട്രിയോൾ പഠിക്കുമ്പോൾ 9+0 അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാർട്ട് വീൽ, ഓർഗനൈസേഷൻ ലൈക്ക് ദി കാർട്ട് വീൽ എന്ന് മെൻഷൻ ചെയ്ത് പറയുന്നതാണ് സെൻട്രിയോളിനെ. ആൻഡ് ലൂക്കോപ്ലാസ്റ്റ്, ദാറ്റ് ഈസ് പ്ലാസ്റ്റിഡിൻ്റെ കേസിൽ 3 ടൈപ്സ് ഓഫ് പ്ലാസ്റ്റ് പറയുന്നുണ്ട്. ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ആൻഡ് ലൂക്കോപ്ലാസ്റ്റ് തന്നെ കളർലെസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറിങ് ന്യൂട്രിയൻസ് ആണ്. സോ ഇവിടെ വരുന്നത് സ്റ്റോറിങ് ന്യൂട്രിയൻ്റ് ആണ്. ആൻഡ് ഗോൾഗി apparatus it is the site for packing. Along with packing it is the site for glycolipid formation. So A3 അവിടെ A3 ഓപ്ഷൻ വരുന്ന 2 എണ്ണമാണ് A3 ഓപ്ഷൻ വരുന്നത്. ആൻഡ് നോക്കിക്കേ B2 ആണ് വന്നിട്ടുള്ളത്. B2 ഓക്കെ. ആൻഡ് B4 വന്നിട്ടുണ്ട്. B2 is the correct answer. കാര്യം കാർട്ട് വീലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെൻട്രിയോൾ ആണ്. സോ B2 വരുന്നതാണ് കറക്റ്റ് ആൻസർ. ഏതാ വരുന്നത്? ഫസ്റ്റ് ഓപ്ഷനാണ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bulliform cells are responsible for
അനാട്ടമി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് പഠിക്കുന്ന ഐസോബൈലാട്രൽ എന്ന് പറയുന്ന ഐസോബൈലാട്രൽ ലീഫിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ മെൻഷൻ ചെയ്ത് പറയുന്നതാണ് ബുള്ളിഫോം സെൽസ്. ആൻഡ് ബുള്ളിഫോം സെൽസിൻ്റെ ഫംഗ്ഷൻ തന്നെ നമുക്കറിയാം, കേർലിംഗ്, ഇൻവേർഡ് കേർലിംഗ് ഓഫ് ലീഫ് ഇൻ മോണോകോട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ബുള്ളിഫോം സെൽസ്, ഇൻവേർഡ് കേർലിംഗ് ഓഫ് ലീവ്സ്. ഓക്കെ. Okay, next question. A pink flowered snapdragon plant. So, snapdragon flower is an example for incomplete dominance and example like principles of inheritance നമ്മൾ പഠിക്കുന്നതാണ്. And that a pink color flower is crossed with a red colored snapdragon. F2 ആണ് പറയുന്നത്. പിങ്ക് കളറും റെഡ് കളറും കൂടെയുള്ള ക്രോസിംഗ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ഫിനോടൈപ്സ് ആർ എക്സ്പെക്റ്റഡ്? സോ ഇത് F2 ആണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലായി? F1ലാണ് നമുക്ക് പിങ്ക് കളർ കിട്ടിയത് അല്ലേ? അപ്പോൾ പിങ്ക് കളർഡ് ഫ്ലവർ ഈസ് ക്രോസ്ഡ് വിത്ത് റെഡ് കളേർഡ് ആണ് പറയുന്നത്. സോ അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഫിനോടൈപ്സ് ഏതൊക്കെയായിരിക്കും? റെഡ് കളേർഡ് ആസ് വെൽ ആസ് പിങ്ക് കളേർഡ് ഫ്ലവേഴ്സ് ആർ എക്സ്പെക്റ്റഡ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഈ ക്വസ്റ്റ്യൻ മോളിക്കുലാർ ബേസിസിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനകത്തുള്ള റീജിയൻസ് ഏതൊക്കെയാണ്? ഒരു പ്രൊമോട്ടർ കാണും, സ്ട്രക്ചറൽ ജീൻസ് കാണും, ടെർമിനേറ്റർ കാണും. എന്നാൽ ഇവിടെ ഡയറക്ഷനും ചോദിച്ചിട്ടുണ്ട് by 3 regions and these are respect from upstreams to downstream ആണ് ചോദിച്ചിട്ടുള്ളത്. upstreams to downstream, it is a promoter, that is upstreams to downstream എന്ന് പറയുമ്പോൾ along the structure genes, along the transcription സൈഡിലോട്ടുള്ള റീജിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഒരു പ്രൊമോട്ടർ ആയിരിക്കാം, ഇവിടെ സ്ട്രക്ചറൽ ജീൻസ് പ്രസൻറ്റ് ആയിരിക്കാം, ആൻഡ് ഹിയർ ദ ടെർമിനേറ്റർ കാണും. സോ അത് തന്നെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഫ്രം upstreams to downstream എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആൻഡ് ദാറ്റ് ഈസ് ദ പ്രൊമോട്ടർ, സ്ട്രക്ചർ genes and the terminator. Promoter, structure genes and the terminator. Next question. In plant a black seed color, in plant a black seed color in plant a black seed color natha homozygous dominant പറഞ്ഞിട്ടുണ്ട് BB, black seed it is BB, homozygous dominant, and heterozygous is also mentioned, capital B and small b, as dominant over white seed color, that is BB, white, it is the recessive condition, this is the dominant condition. Okay, in order to find out the genotype of the black seed plant, ബ്ലാക്ക് സീഡ് പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് ഏതുമായിട്ടായിരിക്കണം നമ്മൾ ക്രോസ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ ഓൾറെഡി ക്യാപിറ്റൽ ബി ഓർ ക്യാപിറ്റൽ ബി സ്മോൾ ബി, അപ്പോൾ അവിടെ ക്രോസ് ചെയ്യേണ്ടത് ഏതായിരിക്കാം? റെസസീവ് ആയിട്ടുള്ള സ്മോൾ ബി വെച്ചിട്ടായിരിക്കാം. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ജീനോടൈപ്പ് വിൽ ബി ഇറ്റ് ക്രോസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ടു ഫൈൻഡ് ദി ജീനോടൈപ്പ് ഓഫ് ദി ബ്ലാക്ക് സീഡ് പ്ലാന്റ്. ബ്ലാക്ക് സീഡ് പ്ലാന്റ് either it is dominant, it is homozygous dominant or heterozygous. So in order to find out the genotype we want to cross it with the recessive capital small b. Okay, so the right answer is small b. Next question. So question number 134, which of the following are required for the dark reaction of photosynthesis? Dark reaction of photosynthesis ആണ് ചോദിച്ചിട്ടുള്ളത്. ഡാർക്ക് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസിനകത്ത് ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്ട്സ് ആണ് നമുക്ക് വേണ്ടത്. ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുമ്പം ATP is formed there, NADPH is formed there, and carbon dioxide is also there. So the right option is chlorophyll is necessary for that option. നോക്കാം. Okay, D and E, A, B and C only, so this is not. Next, B, C and D only. B, C and D only means NADH is not included. So the right option is C, D and E. That is carbon dioxide, ATP and NADPH are required for the dark reaction. Okay, and next question. Match list 1 with list 2, and it is from the principle of inheritance chapter, principle of inheritance. Okay, ഇവിടെ
two or more alternate forms of a gene is called allele. നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ്. അല്ലീലിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുന്നതാണ് two or more alternate forms of a gene is known as allele. ഇവിടെ ഇപ്പം നമുക്ക് ഡയറക്റ്റ് ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടും. കാര്യം A3 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് 3. നമുക്ക് നോക്കാം, ബാലൻസ് ബാക്കിയും കൂടെ നോക്കാം. ക്രോസ് ഓഫ് F1 പ്രോജനി വിത്ത് ഹോമോസൈഗസ് റെസിസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്താൽ, നമ്മൾ റെസിസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് ടെസ്റ്റ് ക്രോസ് എന്ന്. ആൻഡ് എനി പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ബാക്ക് ക്രോസ്. ആൻഡ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് സെറ്റ് ഇൻ എ പ്ലാന്റ്, അതിനെ നമ്മൾ പ്ലോയിഡി എന്നാണ് വിളിക്കുന്നത്. 2n ആണെങ്കിൽ ഡിപ്ലോയിഡ്, n ആണെങ്കിൽ ഹാപ്ലോയിഡ്, സോ പ്ലോയിഡി ആണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഹാസ്, നമുക്ക് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് എടുക്കാൻ പറ്റുന്ന കാര്യം ഇവിടെ A3 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ വരുന്നുള്ളൂ, ദാറ്റ് ഇസ് ദ തേർഡ് ഓപ്ഷൻ ആസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The DNA present in chloroplast. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും റൈബോസോമും DNA ഒക്കെ ഉണ്ടെന്ന് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്, സ്പെഷ്യൽ മെൻഷൻ ചെയ്ത് പഠിച്ച ഒരു ടോപ്പിക്കാണ് DNA is present in chloroplast and it is of circular and double stranded DNA. Simple question. Next question, question number 137. ഈ ക്വസ്റ്റ്യൻ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എക്കോളജി ചാപ്റ്ററിലെ എക്കോളജി പോർഷൻ ടോപ്പിക്കിൽ നിന്ന് ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയിലെ നോക്കിയ എക്കോളജിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പിന്നെ എന്താണ് എക്സ്പെരിമെൻറ്റും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് റോബർട്ട് മേ നമുക്കറിയാം ഗ്ലോബൽ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എക്സ്റ്റിമേഷൻ പറഞ്ഞതാണ്, 7 മില്യൺ എന്ന എക്സ്റ്റിമേഷൻ പറഞ്ഞതാണ് റോബർട്ട് മേ. ഇവിടെ റോബർട്ട് മേ A3 വരുന്ന 2 ഓപ്ഷൻസ് നമുക്കുണ്ട്, ആൻഡ് 2ഉം 4ഉം. നമുക്ക് നോക്കാം, ബാലൻസ് നോക്കാം. അലക്സാണ്ടർ സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ് അലക്സാണ്ടർ. സോ B1 ആൻഡ് B4 2 ഓപ്ഷൻ. B1 വന്നിരിക്കുന്നത് ഓപ്ഷൻ സെക്കൻഡ് ആണ്. ആൻഡ് പോൾ എൽറിച്ച് ആണ് റിവേർട്ട് പോപ്പർ ഹൈപ്പോത്തസിസ് എയർപ്ലെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതാണ് പോൾ എൽറിച്ച്. ആൻഡ് ഡേവിഡ് ടിൽമാൻ ഹി സ്റ്റഡി അബൌട്ട് ദി ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ് യൂസിങ് ഔട്ട്ഡോർ പ്ലോട്ട് ബേസിൽ സ്പീഷ്യസ് റിച്ച്നെസ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷ്യസ് റിച്ച്നെസ് കൂടുമെന്ന് പറഞ്ഞതാണ്. സോ ദി റൈറ്റ് ഓപ്ഷൻ ഈസ് second option A3, B1, C4 and D2 is the right option. Next question, that is ഇത് മോർഫോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്. എസ്റ്റിവേഷൻ ചോദിച്ചിട്ടുണ്ട്, എപ്പിഗൈനസ് പെരിഗൈനസിൻ്റെ കേസ്, ഡ്രൂപ്പ് ആൻഡ് പ്ലാസൻറ്റേഷൻ. ഇതിനകത്ത് എല്ലാം ഇൻഡിവിജ്വലി ഓരോ എക്സാമ്പിൾസും മെൻഷൻ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഒരു പീ പ്ലാന്റിൻ്റെ പ്ലാസൻറ്റേഷനാണ്. പീ പ്ലാന്റിനകത്ത് ഏതാണ് മാർജിനൽ പ്ലാസൻറ്റേഷനാണ് വരുന്നതെന്ന് എപ്പോഴും അറിയാവുന്നതാണ്. അതേപോലെ കോക്കനട്ട് മാംഗോയുടെയൊക്കെ കേസ് നമ്മളതിനെ ഡ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് പെരിഗൈനസിൻ്റെ കേസിൽ ആരാണ് പെരിഗൈനസിനകത്ത് വരുന്നത്? റോസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പെരിഗൈനസ് പറയുന്നതാണ്. ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ എക്സാമ്പിളായിട്ട് നമ്മൾ കോട്ടൺ പ്ലാന്റിനെയും പറയുന്നതാണ്. സോ മാംഗോ ഒന്നും അറിയാത്തവർക്ക് മാംഗോ ഡ്രൂപ്പ് കാണുമ്പോഴത്തേക്ക് D3 ആണെന്നൊരു ഓപ്ഷനിലെത്താം. ഇവിടെ D3 പറയുന്നത് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷനാണ്. A2, B4 ആൻഡ് C1. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Replication of E. coli. So, which of the following statement ആണ് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. റിഗാർഡിങ് ഏത് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ്? റെപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ റെപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് പോളിമറൈസിനെ കുറിച്ചാണ്. റെപ്ലിക്കേഷൻ പറയുമ്പം പോളിമറൈസ് ഏതായിരിക്കും? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ്. ആദ്യം നമുക്കത് നോക്കാം. എല്ലാത്തിൻ്റെയും കേസിൽ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണോ വന്നിട്ടുള്ളത്? യെസ്, ഇതിനകത്ത് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ്. ഇവിടെ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ അല്ലാന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലായി. RNA പോളിമറൈസ് വന്നു. ബാക്കി 3 ഓപ്ഷനകത്തും DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ്.
ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇത് ഏത് ഡയറക്ഷനിലാണ്? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് ഒരിക്കലും ബോത്ത് ദ ഡയറക്ഷൻ അല്ല, സിംഗിൾ ഡയറക്ഷനേ ഉള്ളൂ. നോക്കിയേ, തേർഡ് ഓപ്ഷനിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ബോത്ത് ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പം നമ്മൾ ഫൈനലി 2 ഓപ്ഷനിൽ എത്തിയിരിക്കുകയാണ്, ഫസ്റ്റ് ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ. അപ്പം ഫസ്റ്റ് ഓപ്ഷനിൽ 3' to 5' സെക്കൻഡ് ഓപ്ഷനിൽ 5' to 3' ആണ്. നമുക്കറിയാം 5' to 3' ഡയറക്ഷനിലാണ്. ബോത്ത് ദ ഡയറക്ഷൻ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് കിട്ടത്തില്ലായിരുന്നു. സോ ദ റൈറ്റ് ആൻസർ ഈസ് ദാറ്റ് ഈസ് ദ ഫോർത്ത് ഓപ്ഷൻ, ദ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് catalyze polymerization in 5' to 3' direction. Okay, next question. Identify the correct description about the given figure. ഇത് മോർഫോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ നീറ്റ് ക്വസ്റ്റ്യനും ഇതേ ഏരിയയിൽ നിന്ന് ടാസിൽസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും അതേ സെയിം ഏരിയയിൽ നിന്നൊരു ഫിഗർ കൊടുത്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഐഡൻറ്റിഫൈ ദി കറക്റ്റ്, ഈ ഫിഗറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതൊരു വിൻ പോളിനേറ്റഡ് ഇൻഫ്ലോറസൻസ് ആണെന്നറിയാം. അതുകൊണ്ടാണ് അവർക്ക് എന്തുള്ളത്, വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ഉള്ളത്. വാട്ടർ പോളിനേറ്റഡ് അല്ല കാണിച്ചിട്ടുള്ളത്. ക്ലിസ്റ്റോഗ്യാമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫ്ലവർ ആണ്, അതുമല്ല കാണിച്ചിട്ടുള്ളത്. ഇൻഫ്ലോറസൻസും അല്ല. സോ ഇറ്റ് ഈസ് this figure shows a wind pollinated plant inflorescence showing flowers with well exposed stamen. Next question. Match the following ആണ്. ഇത് TCA cycle, ഗ്ലൈക്കോളിസിസ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എവിടെയാണ് അതിൻ്റെ സൈറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം റെസ്പിറേഷൻ പഠിക്കുമ്പോൾ ഗ്ലൈക്കോളിസിസിൽ സ്റ്റാർട്ട് ചെയ്യും. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ് ആകുന്നത്, അത് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്, മൈറ്റോകോൺട്രിയയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ വെച്ചിട്ടാണ് പിന്നീട് എന്ത് നടക്കുന്നത്, നമ്മുടെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റവും സിട്രിക് ആസിഡ് സൈക്കിളും എല്ലാം അവിടെയാണ് നടക്കുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. സോ B1 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ദി സെക്കൻഡ് ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ സിട്രിക് ആസിഡ് എവിടെയാണ് നടക്കുന്നത്? അപ്പോൾ ഗ്ലൈക്കോളിസിസിലെത്തി, ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിൽ നടന്ന് അവിടുന്ന് പൈറുവിക് ആസിഡിനെ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലെത്തി. അവിടെ വെച്ചിട്ടാണ് TCA സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുന്നത്. ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദി മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്. ഈ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ നടക്കുന്ന പിന്നെ അവിടെ എന്തൊക്കെയുണ്ട്, ഇന്നർ മെംബ്രെയിനും ഇന്റർ മെംബ്രെയിനും ഉണ്ട്. ഇന്നർ മെംബ്രെയിനിൽ വെച്ചിട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ആൻഡ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് നടക്കുന്നത് ഇന്റർ മെംബ്രെയിനിലാണ്. അത് മനസ്സിലാക്കി പഠിച്ചവർക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾസോ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എത്താൻ പറ്റും. C4, A2, C4 and D3 intermembrane space. Okay, intermembrane space of mitochondria. So the right answer is second answer is the right answer. Next question. Read the following statement and choose the correct set of statement. അത് ഏതിനെ കുറിച്ചിട്ടാണ്? നമ്മുടെ ആൽഗയിൽ കുറിച്ചിട്ടാണ്. ആൽഗെ ഫയോഫേസിയുടെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് asexual reproduction occurs usually by flagellated zoospores. കറക്റ്റ് ആണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ആൻഡ് ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ oogamous only എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് only method, ഇറ്റ് ഈസ് നോട്ട് ദ only method. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻഡ് ദ സ്റ്റോർഡ് ഫുഡ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്. അത് ഏതിൻ്റെ രൂപത്തിലാണ്? മാനിറ്റോൾ ലാമിനാരിൻ. കറക്റ്റ് ആണ്. മേജർ പിഗ്മെൻറ്റ് AC സാന്തോഫിൽ കെരോട്ടിനോയിഡ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. വെജിറ്റേറ്റീവ് സെല്ലിനകത്ത് ഹാവ് എ സെല്ലുലോസിക് വോൾ ആൻഡ് യൂഷ്വലി കവേർഡ് ഓൺ ബൈ എ ആൽജിൻ. ആൽജിൻ്റെ കേസും പറയുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് അറിയാത്ത ഒരാൾക്കും ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടും. കാര്യം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് only മെത്തേഡ് എന്ന് പറയുന്നത് oogamous നമ്മൾ പറയുന്നുണ്ട്. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ആ ഇൻകറക്റ്റ് ആയിട്ടുള്ള B എല്ലാത്തിനകത്തും കയറി വരുന്നുണ്ട്. സോ ഇത് മൂന്നുമല്ല എന്ന് നമുക്ക് ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സോ കറക്റ്റായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? A, C, D and E. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. Next question. In an ecosystem, if the
സോ ഇത് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ NPP GPP നമുക്കറിയാം ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് NPP അതായത് ടോട്ടൽ അവർക്ക് കിട്ടി, അതിനകത്തുനിന്ന് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്തതിന് ശേഷമുള്ളതായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത് NPP എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് NPP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100x ആണെന്ന് പറയുന്നുണ്ട്. NPP is 100x. അപ്പോൾ NPP 100x ആണെങ്കിൽ നമുക്കറിയാം അവരുടെ ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള NPP ആണ് എത്ര പറഞ്ഞിട്ടുള്ളത് 100x എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് GPP ആണ്. GPP ഓഫ് ദി തേർഡ് ട്രോഫിക് ലെവൽ. അവിടെ നമ്മൾ 10% ലോ അപ്ലൈ ചെയ്താൽ 10% ലോ അപ്ലൈ ചെയ്താൽ നമുക്കറിയാം ഓരോ ട്രോഫിക് ലെവലിലോട്ട് പോകുമ്പോഴും അതിൻ്റെ 10% മാത്രമേ നെക്സ്റ്റ് ട്രോഫിക് ലെവലിലോട്ട് പോകത്തുള്ളൂ. സോ ഫസ്റ്റ് NPP ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത് 100x എന്ന് പറഞ്ഞിട്ടുള്ളത്. NPP ഇസ് ദ 100x ഓഫ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ. അപ്പം സെക്കൻഡ് ട്രോഫിക് ലെവലിൽ നമുക്ക് 100x തന്നെ എടുക്കാം. കാര്യം GPP ആണ് സെക്കൻഡ് ട്രോഫിക് ലെവലിലെ GPP നമുക്ക് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം 100x ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് തേർഡ് ട്രോഫിക് ലെവലിൽ വരുമ്പം അതിൻ്റെ 10% മാത്രമേ ഉള്ളൂ. 100ൻ്റെ 10% ദാറ്റ് ഈസ് 10x ആയിരിക്കാം എത്രലോട്ട് വരുമ്പം തേർഡ് ട്രോഫിക് ലെവലിലോട്ട് വരുമ്പം. ഇവിടെ എന്തുകൊണ്ടാണ് രണ്ട് ട്രോഫിക് ലെവലും ഒരേ വാല്യൂ എടുത്തത്? കാര്യം ആദ്യത്തെ ട്രോഫിക് ലെവലിൽ നമ്മൾ എടുത്തിരിക്കുന്നത് NPP ആണ്, സെക്കൻഡ് ട്രോഫിക് ലെവലിൽ നമ്മൾ എടുത്തിരിക്കുന്നത് GPPയുടെ കേസാണ്. അപ്പോൾ GPP എന്ന് പറയുന്നത് ആ ഒരു റേറ്റിൽ ലെറ്റ് ഇറ്റ് ബി കൂടുതലായിരിക്കുമെന്ന് വിചാരിക്കാം. 10x ഡബിൾ എടുത്തത് കൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ട്രോഫിക് ലെവലും GPPയെ 100x ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തത്. എന്താ തേർഡ് ട്രോഫിക് ലെവലിലോട്ട് വരുമ്പം അത് എത്രയാകുന്നു 10x ആയിട്ട് വരുന്നു. അതുകൊണ്ട് 10x വരുന്നത് ഈ തേർഡ് ഓപ്ഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് GLUT4 നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻ പറയുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിലെ 4 പോയിൻറ്റ്സുകളാണ് അല്ലെങ്കിൽ 4 പ്രോട്ടീൻസിനെയാണ് അവർ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫങ്ഷൻസും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ GLUT4 that enables the glucose-ന്റെ ട്രാൻസ്പോർട്ടിനെ എനേബിൾ ചെയ്യുന്നതാണ് GLUT4. നമുക്കറിയാം ഇൻസുലിൻ ഇറ്റ് ഈസ് ആൻ ഹോർമോൺ ആണ്. ആൻഡ് ട്രിപ്സിൻ ഇറ്റ് ഈസ് ആൻ എൻസൈം അസോസിയേറ്റഡ് വിത്ത് ഡൈജഷൻ. ആൻഡ് കൊളാജൻ ഇറ്റ് ഈസ് എ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണെന്നറിയാം. സോ ഇവിടെ GLUT4 ഫോർത്ത് ഓപ്ഷനിൽ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ B1, C3, C2 and D3. So the right answer is the first option ആണ്. Next question. Identify the steps in TCA cycle which does not involve oxidation of substrate. TCA cycle oxidative Identify the step in TCA cycle which does not involve oxidation of substrate. സബ്സ്ട്രേറ്റിൻ്റെ ഓക്സിഡേഷൻ നടന്ന് എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സക്സിനൈൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുമ്പം ഇൻ ദ ഫോം ഓഫ് ATP അല്ലെങ്കിൽ GTPയുടെ ഫോമിൽ ദ എനർജി ഈസ് റിലീസ്ഡ്. ബാക്കി ഈ പറയുന്ന എല്ലാ സ്റ്റേജസിലും FADH NADH ആണ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ ഡസ് നോട്ട് ഇൻവോൾവ് ദി ഓക്സിഡേഷൻ, ഡസ് നോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ നമുക്ക് ആൻസർ ഡയറക്റ്റ് കിട്ടും. സക്സിനൈൽ കോഎൻസൈം ടു സക്സിനിക് ആസിഡ്, അവിടെ ATP ഓർ GTP ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ കേസിൽ FADH NADH ഈ രീതിയിലാണ് ഫോം ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് സക്സിനൈൽ കോഎൻസൈം ടു സക്സിനിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In C3 plant, some oxygen binds to rubisco, hence carbon dioxide fixation is decreased. Correct ആണ്. റുബിസ്കോയിൽ C3 പ്ലാന്റ്സിൽ പിന്നെ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ കുറവാണ്. ബിക്കോസ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ ആണ് ആ പ്രോസസ്സ്. ഇൻഡയറക്ട്ലി പറഞ്ഞിരിക്കുകയാണ് ഫോട്ടോ റെസ്പിറേഷൻ ആണ് പറയുന്നത്. ആൻഡ് ഇൻ C4 പ്ലാന്റ്സ് മീസോഫിൽ ഷോസ് വെരി ലിറ്റിൽ ഫോട്ടോ റെസ്പിറേഷൻ. മീസോഫിൽസിൽ റുബിസ്കോ ആബ്സെൻ്റ് ആണ്. സോ ദർ ഇസ് നോ ഫോട്ടോ റെസ്പിറേഷൻ ഒക്കെ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇൻകറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1, both the statement അല്ല, statement 1 is true and the statement 2 is false ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Next question, ഇത് മോർഫോളജി ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മോണോ അഡൽഫസ്, ഡൈ അഡൽഫസ്, പോളി അഡൽഫസ്, എപ്പിഫൈലസ്. ആൻഡ് മോണോ അഡൽഫസ്, ഡൈ അഡൽഫസ് നമ്മൾ ഫാമിലി പഠിക്കപ്പെടും. ഡൈ അഡൽഫസിൻ്റെ കേസ് നമ്മൾ പഠിക്കുന്നതാണ്. ഡൈ അഡൽഫസിന് എക്സാമ്പിൾ ആണ് പീ പ്ലാന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡൈ അഡൽഫസ്, നമ്മൾ പഠിക്കുന്ന കേസാണ്. സോ B2 വരുന്ന ഓപ്ഷൻ നോക്കുക. ആൻഡ് പോളി അഡൽഫസ് നമ്മൾ സ്പെഷ്യൽ മെൻഷൻ ചെയ്ത് പഠിക്കാറുള്ളതാണ്. പോളി അഡൽഫസ്, പോളി അഡൽഫസിന് എക്സാമ്പിൾ സിട്രസ് ആണ്. എപ്പിഫൈലസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആൻഡ് പെരിയാന്ത് അതായത് ടെപ്പൽസ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന കേസാണ്. ആൻഡ്രീഷ്യൂ ആയിട്ട് വരുമ്പോൾ ഉള്ള കേസിനെയാണ് നമ്മൾ എപ്പിഫൈലസിൻ്റെ എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റിൽ സ്പെഷ്യൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലില്ലി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എപ്പിഫൈലസ് കണ്ടീഷൻ. അതേപോലെ നമ്മൾ ഫാമിലി പഠിക്കുമ്പോഴും എപ്പിഫൈലസ് അവിടെ നോട്ട് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് മോണോ അഡൽഫസിൻ്റെ എക്സാമ്പിൾ ആണ് ഇറ്റ് ഈസ് ചൈന റോസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മോണോ അഡൽഫസ്. സോ A4 ഓപ്ഷൻ വരുന്നത് 2 എണ്ണം വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് പോളി അഡൽഫസ് സിട്രസിൻ്റെ കേസും എപ്പിഫൈലസ് പിയുടെ കേസുമാണ്. സോ C1, D3 ആൻഡ് ഡൈ അഡൽഫസ് പി വരുന്ന കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് എക്സാം എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും മോളിക്കുലാർ ബേസിസിൽ പല ക്വസ്റ്റ്യൻസ് പറയുമെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുള്ളത്. ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ, ഗ്രിഫിത്ത് ആരും മറക്കാത്തൊരു എക്സ്പെരിമെൻ്റ് ആണ് ട്രാൻസ്ഫോർമേഷൻ. അതേപോലെ മീസിൽസ് ആൻഡ് സ്റ്റോൾ, ഹർഗോവിൻ കൊറാനോ, ജേക്കബ്. അപ്പോൾ ഗ്രിഫിത്തിനെ നമുക്ക് നോക്കാം. A3 ഓപ്ഷൻ വരുന്ന 2 എണ്ണമാണ് വന്നിട്ടുള്ളത്. 2 ഓപ്ഷനിൽ A3 ആണ് വന്നിട്ടുള്ളത്. ആൻഡ് B2, C1, D4. അപ്പോൾ ഇവിടെ മീസിൽസ് ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻറ്റിലാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് നമ്മൾ പഠിച്ചത് D2-ലാണ്. ഓക്കെ, then so the right option is second option ആണ്. A3, D2 വരുന്ന right option. So B4 ജേക്കബ് ആൻഡ് ലാക് ഓപ്രോണിൻ്റെ കേസിലും ഹർഗോവിൻ കൊറാന ആൻഡ് ജനറ്റിക് കോഡിൻ്റെ കേസിലും മെൻഷൻ ചെയ്തിട്ടുള്ള. സോ കറക്റ്റ് ആൻസർ is ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which of the following are fused in somatic hybridization? നമ്മൾ ബയോടെക്നോളജിക്കകത്ത് അതായത് സ്ട്രാറ്റജീസിലെ ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്ത് ബയോടെക്നോളജിയിൽ ആഡ് ചെയ്ത് ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ ടോട്ടിപ്പൊട്ടൻസിയുടെ അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഡിഫറൻസിയേഷൻ്റെ ഒരു കേസ് പറഞ്ഞു. ആൻഡ് അതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ ഫ്യൂഷനാണ് എവിടെ നടക്കുന്നത്? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ നടക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഫ്യൂസ്ഡ് ഇൻ സൊമാറ്റിക് hybridization involving 2 varieties of plants എന്ന് പറയുമ്പം അവിടെ പ്രോട്ടോപ്ലാസ്റ്റ് ആണ് അവിടെ ഫ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the spraying sugarcane crop with which of the following plant growth regulators increase the length? നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൻ്റെ പഠിക്കുമ്പം ലെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ കേസിൽ നമ്മൾ ഷുഗർ കെയിൻ്റെ തിക്നെസ് കൂട്ടുന്ന കേസൊക്കെ പറയുമ്പം നമ്മൾ പറയുന്ന ഒരു ഹോർമോണാണ് ഗിബെർലിൻ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, following are the stages of pathway for conduction of an action potential through ഹാർട്ടിനകത്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന AV നോഡ് SA നോഡ് അതിൻ്റെ ഒരു സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? AV നോഡ് SA നോഡിൽ നിന്ന് AV നോഡ്, SA നോഡിൽ നിന്ന് SA നോഡ്, ദെൻ ഫ്രം ടു AV നോഡ്, ദെൻ അവിടെ നിന്ന് AV ബണ്ടിലെത്തുന്നു. AV ബണ്ടിലിൽ നിന്ന് ബണ്ടിൽ ബ്രാഞ്ചസിലെത്തുന്നു. ആൻഡ് ബണ്ടിൽ ബ്രാഞ്ചസിൽ നിന്ന് ഫൈനലി ഇറ്റ് റീച്ചസ് ദി Purkinje fiber. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് E, C, A, D and B. Okay, SA node, AV bundle, bundle branches and Purkinje fibers. So next question,
In both sexes of cockroach, a pair of joint filamentous structure called anal cerci. നമുക്കറിയാം കോക്രോച്ചിൻ്റെ കേസിൽ we can distinguish male and female using segments in the base. Abdominal കേസിലാണ് ഡിഫറൻസ് വരുന്നത്. So in the 10th segment, both the male and female have 10th segments both the male and female have common structure. It is known as anal cerci and it is present on the 10th segment. So the right answer is the 10th segment. Next question. Flippers of penguins and dolphins are the example for direct question aanu convergent evolution. Next question. Which of the following is not a component of fallopian tube? Human reproduction നിന്നുള്ള ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഫലോപ്പിയൻ ട്യൂബിൻ്റെ സ്ട്രക്ചറായിട്ട് പറയുന്നതാണ് ഏതൊക്കെ? ആംബുല ഉണ്ട്, ഇസ്തമസ് ഉണ്ട്, ഇൻഫെൻറ്റിബുലം. ഇത് മൂന്ന് ഫീച്ചേഴ്സ് ആണ്. ആൻഡ് യൂട്രൈൻ ഫണ്ടസ് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് uterine fundus is not a part of fallopian tube. So the answer is uterine fundus. Next question. Given below are some stages of human evolution. Human evolution stages ആണ്. കഴിഞ്ഞ തവണ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചായിരുന്നു. ഈ തവണ ഡയറക്റ്റ് ആ ഓർഡർ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ആദ്യം ഹോമോ ഹാബിലസ് ആണ് വരുന്നത്, ദെൻ ഹോമോ ഇറക്ടസ് ആയി, then Homo neanderthalans ആയി, then finally Homo sapiens. So A order വരുമ്പം A first order വരുന്ന A, then Homo erectus, 2D, then Homo neanderthalans, C, and Homo sapiens. So the right option is, fourth option is the right answer. Next question. Which of the following is not a steroid hormone? Not a steroid hormone, it is cortisol is a steroid hormone, testosterone is a steroid hormone, progesterone is a steroid hormone, and glucagon it is not a steroid hormone. Next question. This question is from biotechnology. Biotechnology application പറയുന്ന question ആണ്, ടോപ്പിക് ആണിത്. ആൽഫ 1 ആൻറ്റിട്രിപ്സിൻ. ആൽഫ 1 ആൻറ്റിട്രിപ്സിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി എംഫിസീമ ട്രീറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് എവിടെയാണ് മെഡിക്കൽ യൂസിനകത്ത് നമ്മൾ പറയുന്നതാണ്. എന്താണ് ട്രാൻസ്ജനിക് ആനിമൽസിനെ പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ യൂസസിനകത്ത് പറയുമ്പോൾ റോസി കൗവിൻ്റെ കേസും എംഫിസീമയുടെ ആൽഫ 1 ആൻറ്റിട്രിപ്സിനും ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ A3 വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. A3. Then Cry1 AB, Cry1 AC, enzyme replacement therapy. Enzyme replacement therapy it is, ഇപ്പോൾ ഇവിടെ രണ്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെയും എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വെച്ചിട്ട് നമുക്ക് നോക്കാം. എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വരുമ്പം ADA ഡെഫിഷ്യൻസി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, A3 ആണ്. അപ്പം എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വെച്ച് നമുക്ക് ആൻസർ കിട്ടും. എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ D2 ആണ് വരുന്നത്, D2. അപ്പോൾ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടി. A3യും D2 ആയിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ തേർഡ് ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് നോക്കാം. Cry1 AB it is related to corn borer and Cry1 AC it is not related to cotton bollworm. So the correct option is third. പിന്നെയും ഞാൻ പറയാണ്, ഇപ്പം നമുക്ക് ഈ മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ മുഴുവൻ ആൻസേഴ്സ് അറിയത്തില്ലെങ്കിൽ കൂടിയും നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ എടുക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. അതുകൊണ്ട് തന്നെ ബയോളജിക്ക് 360 ഔട്ട് ഓഫ് 360 വാങ്ങിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്നുള്ളത് ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Following are the stages of cell division. Cell division stages ആണ് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സെൽ ഡിവിഷനിൽ നമ്മൾ സ്റ്റെപ്സ് പറയുമ്പം ഏതൊക്കെ സ്റ്റേജസ് ആണ് പറയാറുള്ളത്? G1 ഉണ്ട്, G1, S, G2 ആൻഡ് ഇവിടെ നമ്മൾ M phase ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ G0 പറയും. അപ്പോൾ ആ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗ്യാപ്പ് 1 ആണ് ആദ്യം വരുന്നത്, ഫസ്റ്റ് വൺ ഗ്യാപ്പ് 1, ദെൻ S phase വരുന്നു, ദെൻ G2 വരുന്നു. ഓക്കെ, സോ ആൻസർ ഏതാ വരുന്നത്?
E is the first option. First option E വരുന്ന രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ആൻഡ് C സിന്തസിസ് ഫേസ് ആണ് സെക്കൻഡ് ഫേസ് ആയിട്ട് വരുന്നത്. സോ ECADB is the right answer. Karyokinesis, then finally cell division. So fourth option is the correct answer. Which one of the following factors will not affect the Hardy-Weinberg equilibrium? ഇത് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ HW ഇക്വിലിബ്രിയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമ്മൾ 5 ഫാക്ടേഴ്സ് അവിടെ പറയുന്നുണ്ട്. ആൻഡ് വിൽ നോട്ട് അഫക്റ്റഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. വിൽ നോട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ജനറ്റിക് റീകോമ്പിനേഷൻ, ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ഇതെല്ലാം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആണ്. അലോങ് വിത്ത് ദാറ്റ് നാച്ചുറൽ സെലക്ഷൻ ഈസ് ഓൾസോ ദെയർ. ദെൻ ഇതിനകത്ത് ഇല്ലാത്തത് കോൺസ്റ്റൻറ്റ് ജീൻ പൂളാണ് ഇതിനകത്ത് ഫാക്ടേഴ്സ് അല്ലാതെ വരുന്നത്. സോ നമ്മുടെ ആൻസർ നോട്ട് അഫക്റ്റഡ് ആണ്. സോ ആൻസർ ഇസ് ദ കോൺസ്റ്റൻറ്റ് ജീൻ പൂളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following are autoimmune disorder? Autoimmune disorders ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറിനകത്ത് നമുക്കറിയാം ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലോക്കോമോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസീസിൻ്റെ കേസിൽ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ മെൻഷൻ ചെയ്ത ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറാണ് മയാസ്തീനിയ ഗ്രേവിസ്. ഇസ് ആൻ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ വിച്ച് അഫക്ട്സ് ജോയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോൺസിനെ അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറാണ് മയാസ്തീനിയ ഗ്രേവിസ്. ആൻഡ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇത് നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്കിൽ, അതായത് +2-നകത്ത് ഹ്യൂമൻ ഹെൽത്തിൻ്റെ ടോപ്പിക്കിലാണ്. എക്സാമ്പിൾ ഫോർ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അപ്പോൾ എയും ബിയും ഓപ്ഷനായിട്ട് ചേർന്ന് വരുന്നത് ഫസ്റ്റ് ഓപ്ഷനും ഉണ്ട്, സെക്കൻഡ് ഓപ്ഷനിൽ എയും ബിയും ഉണ്ട്. ആൻഡ് കോമ്പിനേഷൻ ഇവിടെ ഡി ആണ് ഒരെണ്ണത്തിൻ്റെ, അടുത്തതിൻ്റെ ഇ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡി ഓപ്ഷൻ മസ്കുലാർ ഡിസ്ട്രോഫി. മസ്കുലാർ ഡിസ്ട്രോഫി ഇറ്റ് ഈസ് നോട്ട് ആൻ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മസ്കുലാർ ഡിസ്ട്രോഫി ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ ആണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് സെക്കൻഡ് ഓപ്ഷൻ ആണ്. സിസ്റ്റമിക് ലൂപ്പസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് and it is related to human health and disease എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ടൈഫോയിഡ്, സാൽമണല്ല ടൈഫി ആണ്, അപ്പോൾ ബാക്ടീരിയ ആണ്. സാൽമണല്ല ഇറ്റ് ഇസ് എ ബാക്ടീരിയ. സോ ടൈഫോയിഡ് ഇസ് റിലേറ്റഡ് ടു ഇറ്റ് ഇസ് എ ബാക്ടീരിയൽ ഡിസീസ് ആണ്. നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ കിട്ടും. A4 ഓപ്ഷൻ വരുന്നത് വേറെ ഒന്നുമില്ല, സെക്കൻഡ് ഓപ്ഷൻ ആണ്. ആൻഡ് ലീഷ്മാനിയാസിസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവൻ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. റിംഗ് വോം കോസ് ചെയ്യുന്നത് ഫംഗസ് ആണ്. ഫിലേറിയാസിസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ നെമറ്റോഡ്. സോ ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ്. And next question, and it is from respiration. Human physiology ile respiration topic il ninnulla oru question aanu. Simple aanu, and that is vital capacity ennu parayunna otta topic il ninnu vital capacity ennu parayunna aa oru പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. കാര്യം വൈറ്റൽ കപ്പാസിറ്റി നമുക്കറിയാം, ഇറ്റ് ഈസ് ദ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം ഈസ് വൈറ്റൽ കപ്പാസിറ്റി. സോ C1 ഓപ്ഷൻ വന്നിരിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആൻഡ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ആൻഡ് ഇൻസ്പിറേറ്ററി capacity can be defined as tidal volume plus inspiratory reserve volume D3, and vital capacity and functional residual volume. So the right option is A2, B4, C1 and D3. Okay, next question. ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതിൽ ഒരു ടോപ്പിക്കാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിനകത്ത് നമുക്ക് ലാസ്റ്റ് ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലേ, ജനറ്റിക് ഡിസോർഡേഴ്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് പറയുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരെണ്ണമാണ് അത് മാച്ച് ദ ഫോളോയിങ്. നമ്മളെ ഒട്ടും തന്നെ ടെൻഷൻ എടുപ്പിക്കാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം നമ്മൾ പഠിക്കുന്നതാണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പം ട്രൈസോമിക് കണ്ടീഷൻ
mutation ഏതിൻ്റെയാണ് 21st ക്രോമസോമിൻ്റെ ട്രൈസോമി ആയിട്ടാണ് നമ്മൾ ഡൗൺ സിൻഡ്രോമിനെ പഠിക്കുന്നത്. സോ DA3 ഓപ്ഷൻ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തെ എഴുതാം ദറ്റ് ഈസ് ദ തേർഡ് ഓപ്ഷൻ ആണ്. എങ്കിലും നമുക്ക് നോക്കാം. ആൽഫ തലാസീമിയ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ 16th ക്രോമസോം, ബീറ്റ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ 11th ക്രോമസോം ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു എക്സ്ട്രാ എക്സ് ക്രോമസോം 47 പ്ലസ് XXY ആണ് ഏതെന്ന് പറയുന്നത് ക്ലിൻഫ്ലിറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് A3, B4, C1 and D2 and it is the right answer. Okay. Next question. Given below are two statements. Here the first statement, that is FSH act on ovarian follicles in female. It is the correct option, correct statement aanu. And here Leydig cells, it is not on the Leydig cells, it is on the Sertoli cells ilana. Sertoli cells ilana males in the case il act cheyna. So adondu thanne this assertion is wrong. And the reason, ovarian follicles or growing ovarian follicles secrete estrogen in female while interstitial cells secrete androgens in correct aanu. So assertion is false, but reason is true. So the correct answer is fourth option. Okay. Next question, animal kingdom. Next question is from animal kingdom. Simple question. Pleurobrachia. നമ്മൾ ഇത്രയും പഠിക്കുന്നതിൽ ഏറ്റവും ചെറിയ സിമ്പിളായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫൈലമാണ് ടീനോഫോറ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആകെ രണ്ട് എക്സാമ്പിൾസേ നമുക്ക് പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് അതിൽ ഒരു എക്സാമ്പിളാണ് പ്ലൂറോബ്രാക്കിയ. സോ പ്ലൂറോബ്രാക്കിയ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടീനോഫോറ. ആൻഡ് റാഡുല. ഇൻ ഫൈലം മൊളസ്ക there is a rasping-like organs present in their buccal cavity and it is called a radula. Stomachord hemichordata, which resembles the same structure as that of a notochord. So stomachord it is related to hemichordata and air bladder is related to ostrich. So from option A, 2 option varunathu രണ്ടെണ്ണമാണ് and B, that is radula, it is associated with the mollusca. It is the single option, that is the second option is the right answer. Next question. Again from cell division, the cell cycle മിയോസിസിൻ്റെ പ്രോഫേസ് 1-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പ്രോഫേസ് 1-ൽ നമ്മൾ 5 സ്റ്റേജസ് ആണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഇവിടെ ഡിപ്ലോട്ടീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജും കൂടി വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് അറിയാം. അപ്പോൾ ആദ്യം നമുക്ക് ലെപ്റ്റോട്ടീൻ സ്റ്റേജസിലാണ് എന്ത് നടക്കുന്നത്, ക്രോമസോംസ് ലുക്സ് ലൈക്ക് എ തിൻ ത്രെഡ് ആയിട്ട് കാണുന്നത് ലെപ്റ്റോട്ടീൻ സ്റ്റേജിലാണ്. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എളുപ്പം അറിയാൻ പറ്റുന്നതാണ് സൈഗോട്ടീൻ സ്റ്റേജും പാക്കറ്റീനും നമ്മൾ നോക്കിയാൽ. അപ്പോൾ ഈ ലെപ്റ്റോട്ടീൻ തേർഡ് ഓപ്ഷൻ വരുന്ന 2 ഓപ്ഷൻസ് ആണ് തേർഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. D3 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് ഒന്ന് സൈഗോട്ടീനും ദെൻ പാക്കറ്റീനുമാണ്. അപ്പോൾ ലെപ്റ്റോട്ടീൻ കഴിഞ്ഞ് സൈഗോട്ടീൻ ആകുമ്പം അവിടെ എന്താ നടക്കുന്നത്, കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത് സൈഗോട്ടീൻ സ്റ്റേജിലാണ് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത്. ആൻഡ് പാക്കറ്റീൻ സ്റ്റേജിലാണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഉണ്ടാകുന്നത്. ആൻഡ് ഫൈനലി ഡയാകൈനസിസിലാണ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. വേണമെങ്കിൽ നമുക്ക് അത് ഇവിടെ ആ ഒരു ഓപ്ഷൻ ഒരേപോലെ വന്നിട്ടുണ്ട്. D3 ആൻഡ് D3 ഓപ്ഷൻ 2 വന്നിട്ടുണ്ട്. ഡയാകൈനസിസ് A2 വരുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതായത് ടെർമിനലൈസേഷൻ ലാസ്റ്റ് സ്റ്റേജിൽ ടെർമിനലൈസേഷൻ നടക്കുന്നത് ഒരെണ്ണമാണ്. പാക്കറ്റീൻ സ്റ്റേജിലാണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഉണ്ടാകുന്നത്. സോ B4 ആണ്. ആൻഡ് സൈഗോട്ടീൻ സ്റ്റേജിലാണ് സിനാറ്റ് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് 3 ആണ്, ഓപ്ഷൻ 3 ആണ്. Next question. The TI plasmid of agrobacterian tumefacium ഏത് ചാപ്റ്റർ ആണ്? ഇറ്റ് ഈസ് ഫ്രം ദി ബയോടെക്നോളജി ആപ്ലിക്കേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. TI plasmid of agrobacterium, it is tumor inducing plasmid എന്നാണ് ആൻസർ. സോ ഇറ്റ് ഈസ് ദ ആൻസർ, തേർഡ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിൽ, ഡ്രഗ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കിട്ടിയ ഉള്ള ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് ഇതാണ് കൊക്കെയിൻ. ഇറ്റ് ഈസ് ഫ്രം
erythroxylum coca. So A3 option വരുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ, that is the fourth option. Again നമുക്ക് നോക്കാം. Heroin it is papaver somniferum. Morphine it is effective sedative in surgery. Marijuana, cannabis sativa. So the correct answer is A3, B4, C1 and D2. Next question. Which one is the correct product of DNA dependent RNA polymerase to the given template? DNA dependent RNA polymerase to the given template ആണ്. So ഇവിടെ 3' to 5' ആണെങ്കിൽ നമ്മൾ ആൻസർ വരുമ്പോൾ 5' അല്ലെങ്കിൽ 5' to 3' വരണം. And adenine, thymine it is complement to adenine. ഇവിടെ അഡിനിന് എന്താണ്? DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. RNAയിലോട്ട് വരുമ്പോഴത്തേക്ക് തൈമിനില്ല, തൈമിന് പകരം യുറാസിലാണ്. സോ AU CG AU T അഡിനിൻ, സൈറ്റോസിൻ സൈറ്റോസിൻ, G U U U TA, then A U, then TA TA, G G, then AU, TA A, CG A T, sorry T alla U. So the answer is 5' to AU. AU വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. സോ ഇതല്ലാന്ന് മനസ്സിലായി. AU U G U A C C, അപ്പോൾ CC, അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കളയാം. പിന്നെ C G U U U A U A G G U ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം G G U ആണ് വരേണ്ടത്, ഇവിടെ G G U വന്നത് ഈ ഒരു ഓപ്ഷൻ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഫസ്റ്റ് ആൻസർ ആണ്. ഓക്കെ, സോ 5' to 3'. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോൺസ്, ഹൈപ്പോതലാമസ്, മെഡുല്ല, സെറിബെല്ലം. സോ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഹൈപ്പോതലാമസ് ഇറ്റ് ഈസ് ദി ന്യൂറോ സെക്രട്ടറി സെല്ലാണ്. സോ B4 ഓപ്ഷൻ വരുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ. ഹൈപ്പോതലാമസ് ഈസ് എ ന്യൂറോ സെക്രട്ടറി സെൽ. ആൻഡ് പോൺസ് വിച്ച് കണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദി ബ്രെയിൻ. Medulla controls, medulla oblongata which controls the involuntary actions such as respiration, gastric secretion, etc. Cerebellum it provides additional space. So the right answer is second option A3 B4. Next question. Lipase, it is related to ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ബയോമോളിക്യൂളെ ബോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ലിപ്പേസ് ഇസ് ദ എൻസൈം ഫോർ ബ്രേക്ക് ഡൗൺ ലിപ്പിഡ്. ന്യൂക്ലിയസ് ഈസ് ദ എൻസൈം വിച്ച് ഫോർ ബ്രേക്ക് ഡൗൺ ന്യൂക്ലിക് ആസിഡ്. സോ അവിടെ അപ്പോൾ ഏത് ബോണ്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഇവിടെ നോക്കി, ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിക് ആസിഡിനകത്തുള്ള ബോണ്ട് ഏതാണ്? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. പ്രോട്ടീസ് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. അമിലേസ് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ലിപ്പിഡിനകത്ത് എസ്റ്റർ ബോണ്ടാണ്. അപ്പോൾ നോക്കാം, എളുപ്പം കിട്ടുന്ന കാര്യമാണ് നമ്മൾ ആൻസറിൽ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രോട്ടീനകത്ത് പെപ്റ്റൈഡ് ബോണ്ടാണ്. അപ്പോൾ C1 ഓപ്ഷൻ വരുന്ന 2 എണ്ണം വരുന്നുണ്ട്. C1 വരുന്നത് 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ A3 ആണ്. അപ്പോൾ A3യും A2 ആണ് ആ 2 ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. A3 എന്ന് പറയുമ്പം ലിപ്പിഡിനകത്ത് എസ്റ്റർ ബോണ്ടാണ് വരുന്നത്. ആൻഡ് ന്യൂക്ലിയസിനകത്ത് ഏതാണ് വരുന്നത്? ന്യൂക്ലിയസിനകത്ത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ്. B4 ആണ് വരുന്നത്. B4. അപ്പം A2 B4 ആൻഡ് പ്രോട്ടീസ് എന്ന് പറയുമ്പോൾ പെപ്റ്റൈഡ് ബോണ്ടാണ് വരുന്നത്. ആൻഡ് അമിലേസ് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് A2 B4 C1 ആൻഡ് D3. Next question. Which of the following
is not a natural contraceptive method. Reproductive health inathu contraceptives inathu question aanu, not a natural contraceptive. So natural contraceptives aanu coitus, periodic abstinences, lactational. ഇത് മൂന്നും natural method ആണ്. Not എന്ന് പറയുമ്പോൾ ആൻസർ വോൾസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 types of muscles are given. 3 types of muscles nathu, this is skeletal muscle, this is smooth muscle, cardiac muscle. So ABC adana ആദ്യം നോക്കേണ്ടത്. സ്മൂത്ത് മസിൽ ആദ്യത്തെ സ്കെലിറ്റൽ മസിൽസ് ആണ്. സോ A skeletal muscle, A skeletal muscle. അപ്പോൾ ഇത് രണ്ടും നോക്കാം. A skeletal muscles ആണ്. A skeletal, B smooth and C it is cardiac muscle ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇൻവോളണ്ടറി സ്മൂത്ത്, അപ്പോൾ ഈ ഓപ്ഷനും പോയി. അപ്പോൾ A skeletal muscle it is found in the triceps, correct ആണ്. ആൻഡ് സ്മൂത്ത് മസിൽസ് എന്ന് പറയുമ്പം ഇന്റേണൽ ഓർഗൻസ്, ദാറ്റ് is stomach, correct ആണ്. cardiac muscle it is associated with the heart. So the right answer is second option is the right answer. Next question, which of the following statement is incorrect? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ബയോറിയാക്ടർ ഇസ് റിലേറ്റഡ് ടു ബയോടെക്നോളജിയുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബയോറിയാക്ടറിനകത്ത്. അപ്പോൾ ബയോറിയാക്ടറിനെ കുറിച്ചാണ് ഇവിടെ നോക്കി. എ ബയോറിയാക്ടർ പ്രൊവൈഡ്സ് ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ, കറക്റ്റ് ആണ്. ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Most commonly used bioreactor is stirring type, correct ആണ് സ്റ്റേറ്റ്മെൻറ്റ്. Bioreactors are used to produce small scale alla, it is used to produce large scale bacterial culture ആണ്. So this is the incorrect statement. Bioreactor have an agitator, oxygen, ഇതെല്ലാം കറക്റ്റ് ആണ്. So നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. So the answer is the third option. Next question, breastfeeding during initial period of infant growth is recommended by doctors for bringing out healthy baby, correct ആണ്. കൊളസ്ട്രോം കണ്ടെയ്നിങ് സെവറൽ ആൻറ്റിബോഡീസ്, അതും കറക്റ്റാണ്. നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റി പഠിക്കുമ്പം പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിളാണ് ഡയറക്റ്റ് ആൻറ്റിബോഡീസിനെ കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ്, പിന്നെ ആൻറ്റിബോഡീസിനെ കൊടുക്കുന്ന മെത്തേഡാണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. സോ അതൊരു ഹെൽത്തി ബേബി, ആൻറ്റിബോഡീസ് റെസിസ്റ്റൻ്റ്, അവർക്ക് റെസിസ്റ്റിവിറ്റി കൊടുക്കാനുള്ള ഒരു മെക്കാനിസമാണ്. സോ ഇത് രണ്ടും കറക്റ്റാണ്. അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദ reason ആണ് പറഞ്ഞിരിക്കുന്നത്. So both assertion and reason are correct and R is the correct explanation of A ആണ്. Okay. Next question, which of the following factors are favorable for the formation of hemoglobin, oxyhemoglobin വേണമെങ്കിൽ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഉണ്ടായിരിക്കണം ആൻഡ് ലെസർ H+ കോൺസെൻട്രേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വരുന്ന 2 ഓപ്ഷനാണ്, പക്ഷേ അവിടെ എന്തിൻ്റെയും കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട്, ഹൈ കാർബൺ ഡൈ ഓക്സൈഡും കാണിച്ചിട്ടുണ്ട്. സോ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് ലെസർ H+ കോൺസെൻട്രേഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമോസോയിൻ, വൈഡൽ ടെസ്റ്റ്, അലർജി, മാച്ച് ദ ഫോളോയിങ്. ഇവിടെ നമുക്ക് വൈഡൽ ടെസ്റ്റിനെ വെച്ച് പെട്ടെന്ന് നമുക്ക് കിട്ടും. എന്താണ് വൈഡൽ ടെസ്റ്റ്? വരുന്നത് ടൈഫോയിഡിനെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് വൈഡൽ ടെസ്റ്റ്. സോ അവിടെ C2 വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. പിന്നെ നമുക്ക് കിട്ടാം അലർജി, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡെസ്മൈറ്റ്സ് ആണ്, അതും D4ഉം ഇതിനകത്ത് കോമൺ ആണ്. പിന്നെ നമുക്ക് ഡിഫറൻസ് വരുന്നത് കോമൺ കോൾഡ്, ഇറ്റ് ഈസ് കോൾഡ് ബൈ റൈനോ വൈറസ്. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടി. A3 വരുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പം ഇതാണ്. ആൻഡ് ഹിമോസോയിൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്ലാസ്മോഡിയം, മലേറിയൽ പാരസൈറ്റ്, മലേറിയ കോസ് ചെയ്യുമ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഹിമോസോയിൻ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് A3, B1, C2 ആൻഡ് D4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider the following statement. It is related to annelids are true coelomate, porphyrins are pseudocoelomate, ash helminthes are icoelomate. അപ്പോൾ നോക്കാം, അനലിഡ ഓക്കെ, സീലോമേറ്റ്സിന് എക്സാമ്പിൾ ആണ് അനലിഡ്സ് എന്ന് പറയുന്നത്, കറക്റ്റ് ആണ്. അനലിഡ്സ്
Annelids, coelomate in example ആണ് annelids are true coelomates. Then poriferans, pseudocoelomate ന് നമ്മൾ ഒരേ ഒരു ഫൈലമേ പഠിക്കത്തുള്ളൂ, ദാറ്റ് ഈസ് ആഷ് ഹെൽമിന്തസ് മാത്രമാണ് സ്യൂഡോസീലോമേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആഷ് ഹെൽമിന്തസ് ആണ് ഏതിന് എക്സാമ്പിൾ, സ്യൂഡോസീലോമെന്ന്. അതൊരു ഒറ്റ ടേം അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പോയിന്റ്സും നമുക്ക് കിട്ടും. പോറിഫറൻസ് സ്യൂഡോസീലോം ആണോ? അല്ല, ഒരിക്കലുമല്ല. ആഷ് ഹെൽമിന്തസ് അസിലോമേറ്റ് അല്ല, സ്യൂഡോസീലോമേറ്റ് ആണ്. പ്ലാറ്റി ഹെൽമിന്തസ് അല്ല സ്യൂഡോസീലോമേറ്റ്, ആര് മാത്രമാണ്? ആഷ് ഹെൽമിന്തസ്. അപ്പോൾ ഇതിനകത്തെ ചൂസ് ദി കറക്റ്റ് ആൻസർ. ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്ന ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ഏത് മാത്രം? എ ഒള്ളി. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ആഷ് ഹെൽമിന്തസ് ഇറ്റ് ഈസ് സ്യൂഡോസീലോമാണെന്നുള്ളത് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോൺ മെഡിക്കേറ്റഡ് IUD മീൻസ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം നോൺ മെഡിക്കേറ്റഡിന് എക്സാമ്പിളാണ് ലിപ്സ് ലൂപ്പ് എന്ന് പറയുന്നത്. കോപ്പർ റിലീസിങ് IUD ആണ് മൾട്ടി ലോഡ്. കോപ്പർ റിലീസിങ് കോപ്പർ T, മൾട്ടി ലോഡ് 375 എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. ഹോർമോൺ റിലീസിങ്ങിന് എക്സാമ്പിൾ ആണ് LNG-20 ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോർമോൺ റിലീസ്. ആൻഡ് ഇൻപ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് പ്രൊജസ്ട്രോൺ. സോ ആൻസർ വരുന്നത് A3 ഓപ്ഷനായിട്ട് വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. A3 ഓപ്ഷനകത്ത് നമുക്ക് ബി ഓപ്ഷൻ 1, അതും രണ്ടിൻ്റെ കേസിലും B1 തന്നെയാണ്. ആൻഡ് C ഹോർമോൺ റിലീസിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് 4, C4 ആണ് ആൻസർ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, in nephron, descending limb of loops of Henle's is impermeable. തിരിഞ്ഞുപോയി. ഡിസെൻഡിങ് അസെൻഡിങ്, പെർമിയബിലിറ്റി. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. The proximal convoluted tubule is lined by simple columnar brush. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഈ കേസിൽ both statement 1 and 2 are false എന്ന് പറയുന്ന ആൻസർ ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The diagram shown restriction site in E. coli. സോ ഇതൊരു PBR 322 വെക്ടറിൻ്റെ ഡയഗ്രാം ആണ് കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് ഇവിടെ നമുക്കറിയാം ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ, ഇവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ വരണം, ഇവിടെ ROP ആണ് വരേണ്ടത്, ഇവിടെ ഒറി ആണ് വരേണ്ടത്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. റോൾ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എക്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്സ്. നോ, റെസിസ്റ്റൻറ്റ് ടു അവിടെ ആൻറ്റിബയോട്ടിക്സ് വരണമെങ്കിൽ അവിടുത്തെ റെസ്ട്രിക്ഷൻ എൻസൈംസ് നമുക്കറിയാം. ഈ പോർഷനിലാണ് എന്ത് വരേണ്ടത്? റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക് വരേണ്ടത്. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. The gene X is responsible for controlling the copy number. Origin of replication copy number ആയിട്ട് റിലേറ്റഡ് ആണ് നമുക്കറിയാം. And the Y region and the protein involved in the replication of plasmid is correct ആണ്. റോപ്പിൻ്റെ ഫംഗ്ഷൻ അതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. The gene X is the for protein involved in replication of the plasmid ആണെന്നിരുന്നോട്ടെ. നമ്മളിപ്പം X ഇവിടെ ROP കൊടുത്താൽ ഇവിടെ Y പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക് ആണ്. സോ അത് തെറ്റാണ്. ജീൻ X is responsible for recognition site, തെറ്റാണ്. Y is responsible for, so the apt answer is the second option, that is the X is responsible for controlling the copy number and Y is involved in the replication of plasmid. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്ന് ഉള്ള ടോപ്പിക്കാണ്. അവിടെ ആക്സോണിയം നമുക്കറിയാം സീലിയ ഫ്ലജല്ലയുടെ കോർ സ്ട്രക്ചറായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ആക്സോണിയം. A2 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. A2 ബിയിൽ നിൽക്കാം. കാർട്ട് വീൽ പാറ്റേൺ, ഈ ഓൾറെഡി നമ്മൾ കാർട്ട് വീലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. സെൻട്രിയോളിൻ്റെ കേസ് പറയുമ്പോൾ ഇറ്റ് റിസംബിൾസ് ദി കാർട്ട് വീൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞതാണ്. സോ B1 വരുന്നത് അതാണ്ട് ഫോർത്ത് ഓപ്ഷനിൽ വന്നപ്പോൾ B1 വന്നു. ആൻഡ് ക്രിസ്റ്റേറ്റ് ഇസ് അസോസിയേറ്റ് വിത്ത് ആരുമായിട്ടാണ്? മൈറ്റോകോൺട്രിയ. സാറ്റലൈറ്റ് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ക്രോമസോം ആണ്. സോ C4 D3. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്? അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഹാഗ് ഫിഷ്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ അനിമൽ കിങ്ഡം കൂടുതൽ എക്സാമ്പിൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇപ്പോഴും അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പെട്രോഫൈലം ഇറ്റ് ഈസ് ഇതിന് നമ്മൾ ഏഞ്ചൽ ഫിഷ്. അപ്പോൾ A3 ഓപ്ഷൻ വരുന്നത് 2 എണ്ണം വരുന്നുണ്ട്, A3 വരുന്നത്. ആൻഡ് അത് നമുക്ക് അടുത്തത് വെച്ച് ഹാഗ് ഫിഷ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് A3B1. ആൻഡ് ടെററിസ് എന്ന് പറയുമ്പം ഏതിനകത്ത് വരുന്നതാണ്? C2 ആണ്, ഫ്ലൈ സോ ഫിഷ് ആണ് വരുന്നത്. ആൻഡ് ദെൻ D4. സോ ദ റൈറ്റ് ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ ലോക്കോമോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ജോയിൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്നിപ്പോൾ വേറൊരു പാറ്റേണിൽ ചോദിച്ചിട്ടിരിക്കുകയാണ്. സോ ഫൈബ്രസ് ജോയിൻ നമുക്കറിയാം സ്കള്ളിൽ കാണുന്ന, അല്ലെങ്കിൽ സ്കള്ളിൽ ഡു നോട്ട് അലോ എനി മൂവ്മെൻറ്റ് അലോ ചെയ്യാത്ത ജോയിൻസ് ആണ് ഫൈബ്രസ് ജോയിൻ. കാർട്ടിലേജിനിയസ് ജോയിൻ്റ് ഉണ്ട്, അലോസ് ലിറ്റിൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് നോക്കാം ആൻസർ കിട്ടുമെന്ന്. A3 ഓപ്ഷനായിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ ഫോർത്ത് ഓപ്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ A3B1. And hinge joint it is related to knee and ball and socket, humerus and pectoral. Okay, so the right answer is fourth option. Next question. The presence or absence reproductive health il ninnulla oru human reproduction innora question aanu. The presence or absence of hymen is not a reliable indicator. And ee statement സെയിം സെൻറ്റൻസ് ഫ്രം NCERT ടെക്സ്റ്റിലെ സെയിം സെൻറ്റൻസ് ആശ്രയിച്ച് തന്നിരിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ദ ഹൈമൻ ഇസ് ഡൗൺ ഡ്യൂറിങ് ദി ഫസ്റ്റ്. ഒള്ളി, ഇവിടെ ഒള്ളി പറയുമ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഇമ്പോർട്ടൻ്റ് ഇല്ലാതായി പോവാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടെ ഒള്ളി ഇറ്റ് ഈസ്, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് സ്റ്റേറ്റ്മെൻറ്റ് 1 is true but 2 is false എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Organism and population Gauss competitive exclusion principle states that two closely related species competing for the same resource, but ഇവിടെ വന്നിരിക്കുന്നത് different resource ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ സെയിം റിസോഴ്സ് ആണ്, cannot exist. And next, according to principle അനുസരിച്ച് during competition inferior will be eliminated, correct ആണ്. And true if the resource are limiting, it is also correct. So statement 1 is incorrect and statement 2 is correct. So 1 is false and 2 is true. So fourth is the right option. Next question. It is cockroach. Cockroach topic ആണ്. The structure used for storing of food. Food store ചെയ്യാനുള്ള structure ആണ്, that is crop ആണ് used for storing food. A4 ഓപ്ഷൻ വരുന്ന 2 എണ്ണം വരുന്നുണ്ട്. A4 ഫസ്റ്റും തേർഡും നമുക്ക് നോക്കാം. 6 to 8 tubular structure, ഫോർഗട്ടിൻ്റെയും മിഡ്ഗട്ടിൻ്റെയും ജംഗ്ഷനിൽ കാണുന്ന 6 to 8 tubular structure ആണ് ഗ്യാസ്ട്രിക് CK എന്ന് പറയുന്നത്. സോ B2 വരുന്ന ഒരു ഓപ്ഷൻ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻസർ ആണ്. എന്നാലും നമുക്ക് നോക്കാം. ദ സ്ട്രക്ചർ യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഗിസാർഡ് ആണ്. ആൻഡ് 100 to 150 ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്ക്രീഷന് വേണ്ടിയിട്ടുള്ളതാണ് മാൽഫീജിയൻ ട്യൂബിൾ. സോ C3 and D1 ആൻസർ, ദ റൈറ്റ് ആൻസർ ഇസ് A1 ആണ് റൈറ്റ് ആൻസർ. So the following are the statements about non-chordates. Non-chordatesനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പം അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു നോൺ കോർഡേറ്റിനെ റിലേറ്റ് ചെയ്യുന്നതല്ല. നോട്ടോകോഡ് ഈസ് ആബ്സെൻറ്റ്, അതുകൊണ്ടാണല്ലോ അതിനെ നോൺ കോർഡേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് നോട്ട് ഡോർസൽ, ഈസ് ഡോർസൽ. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബട്ട് ഹാർട്ട് ഈസ് ഡോർസലി പ്ലേസ്ഡ് ഇൻ കേസ് ഓഫ് നോൺ കോർഡേറ്റ്. ആൻഡ് ദ പോസ്റ്റ് ഏനൽ ടെയിൽ is also absent. So BDE option വരുന്നത് BDE. The third answer is the right answer. Third option is the right answer. Next question. Choose the correct statement given below regarding juxtamedullary nephron. Juxtamedullary nephron എന്ന് പറയുമ്പം medullary nephron in the sense
മെഡുല്ലറി നെഫ്രോൺ എന്ന് പറയുമ്പോഴത്തേക്കും മെഡുല്ലയിലോട്ട് ഡീപ്പ് ഇൻസൈഡ് ഇതിൻ്റെ നെഫ്രോണിൻ്റെ റീജിയൻ എവിടെയോട്ടാണ് ആ ട്യൂബുലാർ സ്ട്രക്ചർ മെഡുല്ലയുടെ ഉള്ളിലോട്ട് കാണുന്നതിനെയാണ് നമ്മൾ ജസ്റ്റാ മെഡുല്ലറി നെഫ്രോൺ എന്ന് പറയുന്നത്. സോ ലൂപ്പ് ഓഫ് ഹെൻലീസ് ഓഫ് ജസ്റ്റാ മെഡുല്ലറി നെഫ്രോൺ റൺസ് ഡീപ്പ് ഇൻ ടു ദി മെഡുല്ല. കോർട്ടെക്സ് റീജിയണിലല്ല, പകരം മെഡുല്ലയിലോട്ട് കാണുന്ന നെഫ്രോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജസ്റ്റാ മെഡുല്ലറി നെഫ്രോൺ എന്ന് വിളിക്കുന്നത്. So loop of Henle's. Third option is the right answer. Next question. Cerebral hemisphere, nervous system എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. Cerebral hemisphere are connected by nerve tract known as corpus callosum. Statement 1 is correct. Statement 2, the brain stem consists of നമ്മൾ പഠിച്ച ബ്രെയിൻ സ്റ്റെമ്മിനകത്ത് മെഡുല്ല ഒബ്ലോംഗേറ്റ ഈസ് ദെയർ, പോൺസ് ഇസ് ദെയർ, മിഡ് ബ്രെയിൻ ആണ് അവിടെ ഉള്ളത്, മിഡ് ബ്രെയിൻ ഡൈ എൻസെഫലോൺ ആണുള്ളത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനകത്ത് മെഡുല്ല ഒബ്ലോംഗേറ്റ, പോൺസ് ആൻഡ് സെറിബ്രം ആണ് പറഞ്ഞിട്ടുള്ളത്. സെറിബ്രം ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ്റെ പാർട്ടാണ് സെറിബ്രം. പക്ഷേ ഇവിടെ വേണ്ടത് നമുക്ക് മിഡ് ബ്രെയിൻ ആയിരുന്നു. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, 2 ഇൻകറക്റ്റ് ആണ്. സോ ആൻസർ ഏതാ വരുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 1 is correct and 2 is incorrect. Next question. Bone marrow is the main lymphoid organ where all blood cells including lymphocytes are produced. Statement correct. Both bone marrow and thymus provide microenvironment. Correct ആണ്, സെയിം സെൻറ്റൻസ് ആണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ correct. Both statement 1 and 2 are correct. Next question. Biomolecule. So ബയോമോളിക്യൂളിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം നമുക്ക് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഒന്നും തന്നെ കൺഫ്യൂസിങ് അല്ല. അപ്പോൾ ഇവിടെ റിഗാർഡിങ് കാറ്റലിറ്റിക് സൈക്കിൾ ഓഫ് എൻസൈം ആക്ഷൻ, എൻസൈംസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നമുക്കറിയാം എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഇറ്റ് ഫോംസ് ആൻഡ് എന്ത് ഫോം ചെയ്യുന്നു? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ദെയർ ഒക്കേഴ്സ് ദ ബോണ്ട് ബ്രേക്കേജ് നടക്കുന്നു. ബോണ്ട് ബ്രേക്കേജ് നടന്നതിന് ശേഷം ഇത് എന്തായിട്ട് മാറുന്നു? എൻസൈം പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് ഫൈനലി ദ പ്രോഡക്റ്റ് ഈസ് റിലീസ്ഡ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് സീക്വൻഷ്യൽ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദി ആക്റ്റീവ് സൈറ്റ്. സോ ഇവിടെ സബ്സ്ട്രേറ്റ് എൻസൈം കോംപ്ലക്സ് ഫോർമേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പം എന്തായിരിക്കും? എൻസൈം കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഇസ് ഫോംഡ്, സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് അങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുമ്പം അവിടെ എന്ത് നടക്കുന്നു? കെമിക്കൽ ബോണ്ടിൻ്റെ ബ്രേക്കേജ് നടക്കുന്നു. സോ ദിസ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. ആൻഡ് നൗ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പം എൻസൈം പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് നൗ ദേ റിലീസ് ദി പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി the free enzyme is ready to bind with another substrate. That is the last step. So first രണ്ടിടത്ത് വരുന്നുണ്ട്. then വരേണ്ടത് A ആണ്. So EADCB is the right answer. Next question. Identify the correct option A, B, C, D and with respect to spermatogenesis. So A എന്ന് പറയുമ്പം ഇവിടെ LH ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ LH ആണെങ്കിൽ അവിടെ എന്തായിരിക്കും വരേണ്ടത്? FSH ആണ്. അടുത്ത കേസിൽ LHും FSHൻ്റെയും കേസാണ് പറയുന്നത്. അപ്പം A ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ FSH ആണ്. ഇവിടെ LH ലേഡിക് സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. ലേഡിക് സെൽസിൽ ആക്ട് ചെയ്തിട്ടാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം FSH എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? സെർട്ടോളി സെൽസിലാണ് FSH ആക്ട് ചെയ്യുന്നത്. FSH സെർട്ടോളി സെൽസിൽ ഇവിടെ ആൻഡ്രോജൻസിൽ ആക്ട് ചെയ്യുമ്പം സ്പെർമാറ്റിഡിൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ സെർട്ടോളി സെൽസ് ആക്ട് ചെയ്ത് സ്പെർമിയോജനസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ജനസിസിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ ഏതാ വരേണ്ടത്? FSH ആൻസർ ആയിട്ട് വന്നത്. A ഓപ്ഷനിൽ FSH ആൻസർ ആയിട്ട് വരുന്നത്
ഫസ്റ്റും തേർഡിലും FSH ആൻസർ ആണ് വരുന്നത്. ഇനി ബി ലേഡിക് സെൽസ് ആണ് വരേണ്ടത്. സോ ബി ലേഡിക് സെൽസ് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. സി സെർട്ടോളി സെൽസ് ആൻഡ് ലാസ്റ്റ് വൺ സ്പെർമിയോജനസിസ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എറാസിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എറാസ് എന്ന് പറയുമ്പം പാലിയോസോയിക് ഉണ്ട്, മീസോസോയിക് ഉണ്ട്, സീനോസോയിക് ഉണ്ട്, ഇങ്ങനെയാണ്. അപ്പം അവിടെ ആദ്യം പാലിയോസോയിക് എറ, ദെൻ മീസോസോയിക് എറ, ദെൻ സിനോസോയിക് എറ, ഇങ്ങനെയാണ്. അപ്പോൾ സിനോസോയിക് എറയിലാണ് ആര് വരുന്നത്? മാമൽസ് വരുന്ന കേസ് വരുന്നത്. ഏതിൻ്റെ കേസിലായിരിക്കും? C4 വരുന്നത്. രണ്ട് ഓപ്ഷൻ, സീനോസോയിക് ഏറ്റവും ലാസ്റ്റ് ഇപ്പോഴത്തെ. അപ്പോൾ അവിടെ വരുന്നത് മാമൽസ് ആണ്. അപ്പോൾ C4 ഓപ്ഷനായിട്ട് വരുന്ന രണ്ടെണ്ണമാണുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ചേഞ്ചസ് വരുന്നത് ആദ്യം നോക്കാം. പ്രോട്ടറോസോയിക് എറ എന്ന് പറയുമ്പം ലോവർ ഇൻവേർട്ട്, ഏറ്റവും ആദ്യത്തെ ലോവർ ഇൻവേർട്ടിബ്രേറ്റ്സിൻ്റെ എറയാണ്. സോ B1 ഓപ്ഷൻ നോക്കാം. അപ്പോൾ നമുക്ക് B1 വരുന്നത് ഏതിൻ്റെ കേസിലാണ്? B1. അപ്പോൾ ഇവിടെ പാലിയോസോയിക് എറയിലാണ്, അല്ലെങ്കിൽ പാലിയോസോയിക് എറയിലാണ് ആര് വരുന്നത്? ഡി ഓപ്ഷനിലാണ് ആര് വരുന്നത്? ഫിഷസ് ആൻഡ് ആംഫീബിയൻസ് വരുന്നത്. പിന്നെയാണ് ആര് വരുന്നത്? ബേർഡ്സ്, റെപ്റ്റൈൽസ് വരുന്ന എറയാണ് മീസോസോയിക് എറ എന്ന് പറയുന്നത്. സോ A3, B1, C4, D2. So D4 is the right option. Okay, 4 is the right option. Next question. Structural organization ആകുന്ന ഗ്ലാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ യൂണിസെല്ലുലാർ ഗ്ലാൻഡ് ചോദിച്ചിട്ടുണ്ട്, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ചോദിച്ചിട്ടുണ്ട്, ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പം ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എളുപ്പം മൾട്ടി സെല്ലുലാർ നമ്മൾ നോക്കുകയാണെങ്കിൽ സലീവറി ഗ്ലാൻഡ് പറയാം. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡിൻ്റെ ഒരു എക്സാമ്പിളാണ് സലീവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ പിന്നെ നമുക്ക് കിട്ടും എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ C1, D2 വരുന്ന രണ്ട് ഓപ്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. C1, D2. സോ അടുത്തതിനകത്തുനിന്ന് നമുക്ക് നോക്കാം. യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ആണ് ആരെന്ന് പറയുന്നത്? ഗോബ്ലെറ്റ് സെൽസ് ഓഫ് എലിമെൻ്ററി കനാൽ. ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ് എവിടെ കാണുന്നത്? മോയിസ്റ്റ് സർഫസ് ഓഫ് ദി ബക്കൽ ക്യാവിറ്റിയിൽ കാണുന്നത്. സോ A3, B4, C1 and D2. അപ്പോൾ ഇതിൻ്റെ ആൻസർ തേർഡ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RNA പോളിമറേസ് 3. നമുക്കറിയാം RNA പോളിമറേസ് 1, RNA പോളിമറേസ് 2, RNA പോളിമറേസ് 3, mRNA, tRNA, rRNA ഫോർമേഷനും പറയുന്നുണ്ട്. RNA പോളിമറേസ് 1 ആണെങ്കിൽ rRNA, RNA പോളിമറേസ് 3 ആണെങ്കിൽ tRNA. RNA പോളിമറേസ് 3 ഇറ്റ് ഈസ് റിലേറ്റ് ടു tRNA, snRNA ആൻഡ് നമ്മുടെ ടെക്സ്റ്റിൽ 5sRNAയും കൂടി പറയുന്നുണ്ട്, 5RNAയും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ദെൻ termination of transcription by raw factor. ഈ രണ്ട് ഓപ്ഷനിൽ കൂടെ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുമോ എന്ന് നോക്കാം. A4 ഓപ്ഷൻ വരുന്ന ഒരേ ഒരു ആൻസറേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ B3 ഓപ്ഷൻ വരുന്ന ഒരേ ഒരു ആൻസറേ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ദി ഫോർത്ത് ആൻസർ. termination of transcription by raw factor ആണ്. സ്പ്ലൈസിങ് ഓഫ് എക്സോൺസ് എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് എക്സോൺസ് ആൻഡ് ജോയിനിങ് ഓഫ് ഇൻട്രോൺസ്, അതിൻ്റെ കേസ് സ്പ്ലൈസിങ് ഓഫ് എക്സോൺസിൻ്റെ സ്പ്ലൈസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നത് SNRNPS ആണ്. ടാറ്റ ബോക്സ് പ്രൊമോട്ടർ റെക്കഗ്നീഷൻസിൻ്റെ കേസാണ് ടാറ്റ ബോക്സിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, D2. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per ABO blood grouping system, the blood group of father is B positive and mother is A positive, child is O positive. Their respective genotypes ആണ്. ഫാദറിൻ്റെയും മദറിൻ്റെയും ചൈൽഡിൻ്റെയും ജീനോടൈപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നോക്കി, ഫാദർ B പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ B പോസിറ്റീവായിട്ടുള്ള ഫാദറിന് രണ്ട് ജീനോടൈപ്പുകൾ ഉണ്ടാകാം. ഒന്നെങ്കിൽ IB, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ B പോസിറ്റീവ് ജീനോടൈപ്പ് ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാകാം? IBI,
IBI ആണ്. It is heterozygous condition. ഇനി മദർ എ പോസിറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മദർ ഇസ് എ പോസിറ്റീവ്. മദർ എ പോസിറ്റീവ് ആണെങ്കിലും രണ്ട് ജീനോടൈപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. IA ഇറ്റ് ഈസ് എ ജീനോടൈപ്പ്. അതേപോലെ തന്നെ IA ഹെട്രോസൈഗസ് കണ്ടീഷൻ പറയാം, ഐയും വരാം. ഓക്കെ, ചൈൽഡ് ഓ പോസിറ്റീവ് ആണ്. അപ്പോൾ അവിടെ ചൈൽഡ് ഓ പോസിറ്റീവ് ആകണമെങ്കിൽ ഇത് വന്നാൽ, ഈ കണ്ടീഷൻ രണ്ടും ഹെട്രോസൈഗസ് ആയാൽ എന്താകില്ല, ഒരിക്കലും ചൈൽഡ് ഓ പോസിറ്റീവ് ആകില്ല. അപ്പോൾ ഇവിടെ ചൈൽഡ് ആകാൻ സാധ്യതയുള്ളത് എന്തായിരിക്കാം, IA IB, അതായത് AB ഗ്രൂപ്പ് ആകാനാണ് മെയിൻലി ഇതിൻ്റെ ഒരു ചാൻസ്. ഇനി നോക്കിയേ, ഇവിടെ ആരെങ്കിലും ഒരാൾ ഹെട്രോസൈഗസ് ആയാലും എന്തേ കണ്ടീഷൻ വരത്തുള്ളൂ, ഒന്നെങ്കിൽ എ ഗ്രൂപ്പ് ആകും, അല്ലെങ്കിൽ എങ്ങനെയാകാം, ബി ആകാനാണ് സാധ്യത. ഇനി ഇതേപോലെ ഇപ്പുറത്താണ് വരുന്നതെങ്കിലോ, ഐ ആണ് വരുന്നതെങ്കിലോ, ഈ കണ്ടീഷൻ വന്നാൽ മാത്രമേ കുട്ടി എന്താകൂ, ഓ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുള്ളൂ. ദിസ് ഈസ് ഓ പോസിറ്റീവ്. സോ ഇവിടെ കുട്ടിയുടെ ജീനോടൈപ്പാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാദറും മദറും എങ്ങനെ ആകണം, ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയാൽ മാത്രമേ കുട്ടി എന്താകൂ, ഓ പോസിറ്റീവ് ആകൂ. അപ്പോൾ ആൻസർ ഏതാ വരേണ്ടത്, ഫാദർ എങ്ങനെയായിരിക്കണം, IBI, മദർ എങ്ങനെയായിരിക്കണം, IA ആൻഡ് കുട്ടി എങ്ങനെയായിരിക്കണം, II. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ IB ഒരിക്കലും കുട്ടി എന്താകില്ല, ഓ പോസിറ്റീവ് ആകില്ല. ഇവിടുത്തെ ബ്ലഡ് ഗ്രൂപ്പ് AB ആകാനാണ് സാധ്യത. ഓക്കെ, ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയേ, ഇത് IA IB ഇതെന്ന് പറയുന്നത് ഇതൊരിക്കലും ഫാദർ ബി ഗ്രൂപ്പാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് ABയെ കാണിച്ചിരിക്കുന്നതാണ്. സോ C ഓപ്ഷൻസ് വരത്തില്ല. ഇനി ഈ കണ്ടീഷൻ ഇത് എ ആണ്, ഫാദറിൻ്റെ ജീനോടൈപ്പാണ് ആദ്യം നമുക്ക് അറിയേണ്ടത്, റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫാദർ ബി ഗ്രൂപ്പ് വരണമെങ്കിൽ ഇത് എ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇനി ഈ കേസിൽ വരുമ്പം ഇത് IA IB എന്ന് പറയുമ്പം AB ആണ്, കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB അല്ല, ഓ പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതിനകത്ത് ആൻസർ വരേണ്ടത്, കറക്റ്റ് ആൻസർ എ ആണ്. അപ്പോൾ എ ഉള്ളി വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കുലേഷൻ ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ECG നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ECG. ECGയുടെ വേവ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് മാച്ച് ദ ഫോളോയിങ്, സിമ്പിൾ, അത് ഓപ്ഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. P വേവ്, QRS, T വേവ്, ഇങ്ങനെ 3 വേവ്സ് ഉണ്ട്. നമുക്കറിയാം P വേവ് എപ്പോഴും എന്തായിരിക്കും, ഡീപോളറൈസേഷൻ ഓഫ് A3 ആണ്. അപ്പോൾ A3 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ, QRS. P വേവ് QRS പറയുമ്പോഴത്തേക്ക് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ്. ആൻഡ് T വേവ് എന്ന് പറയുമ്പോൾ റീപോളറൈസേഷൻ ഓഫ് എ വെൻട്രിക്കിൾസ് ആണ്. ആൻഡ് ലാസ്റ്റ് അപ്പോൾ സോ TP ഗ്യാപ്പ്, ഇറ്റ് ഈസ് ദ ഇലക്ട്രിക്കലി സൈലൻ്റ് ആയിട്ടുള്ള ഫേസ് ആണ്. സോ A3, B2, C4 ആൻഡ് D1 ആൻഡ് ദ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ ഇസ് 2 ആണ്. സോ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ ബോത്ത് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. കറക്റ്റ് ആണ്, മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും ഡബിൾ മെംബ്രെയിൻ ആണ്. ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ ഈസ് റിലേറ്റീവ്ലി ലെസ് പെർമിയബിൾ. ഇവിടെ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ അല്ല, ക്ലോറോപ്ലാസ്റ്റ് ആണ് ലെസ് പെർമിയബിൾ. ബിക്കോസ് അതിനകത്ത് മെംബ്രെയിൻ ട്രാൻസ്പോർട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിനകത്തോട്ട് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആകുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 is correct, statement 2 is incorrect. Next, exophthalmic goiter, acromegaly, Cushing syndrome, cretinism. Exophthalmic goiter, it is the condition where hypersecretion of thyroid hormone and eyeballs are protruding out. So exophthalmic goiter, A3 ഓപ്ഷൻ വരുന്ന 2 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് കറക്റ്റായിട്ട് വരുന്ന ഏത് കേസ് ആണെന്ന് നോക്കാം. A3യിൽ വരുന്നത്. Then acromegaly. Acromegaly means excessive secretion of growth hormones leads to a condition that is known as acromegaly. So B4 രണ്ടിൻ്റെ കേസിലും B4 ആണ്. Then C നോക്കാം. Excess secretion of cortisol, moon phase, hyperglycemia, it is the condition of Cushing syndrome, that is the C option. And cretinism,
That is the D option. Cretinism, it is hyposecretion of thyroid hormone and stunted growth. So the correct answer is D2. Fourth option is the right answer. So ഇത്രയാണ് നമ്മുടെ നീറ്റ് 2024 ബയോളജിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ആൻസേഴ്സ് എല്ലാവരും ആൻസേഴ്സ് നോക്കുക. നിങ്ങൾക്ക് 360 ഔട്ട് ഓഫ് 360 സ്കോർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും അത്രയും സ്കോർ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു.